നമ്മെ താങ്ങി നടത്തിയ അവൻ്റെ വഴികൾക്കായി കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. നാം ഈ ദിവസങ്ങളിൽ പ്രത്യേകം സഭയ്ക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുക, സഭയുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി, കുടുംബങ്ങൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുക. കർത്താവ് ഏവരെയും കർത്താവ് താങ്ങി നടത്തുവാൻ വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കാം. ഈ ദിവസങ്ങളിലൊക്കെ അവർ വീട്ടിലായിരിക്കുന്ന സമയങ്ങളിലൊക്കെ ഏവരും വചനം വായിക്കുവാനും ധ്യാനിക്കുവാനും പ്രാർത്ഥനകളിൽ സമയം സ്പെൻഡ് ചെയ്യുവാൻ തക്കമാണ് കർത്താവ് ഈ ദിവസങ്ങളിൽ ഓരോരുത്തരുടെയും ഹൃദയങ്ങളോട് സംസാരിക്കത്തക്ക രീതിയിൽ നമുക്ക് പ്രത്യേകം ഓർത്ത് പ്രാർത്ഥിക്കുക. കാരണം പ്രാർത്ഥനയില്ലാതെ, വചനധ്യാനമില്ലാതെ നമുക്ക് ഈ ആത്മീയ ലോകത്തിൽ നിൽക്കുവാൻ കഴിയുകയില്ല എന്നുള്ള കാര്യം സത്യം നാം എപ്പോഴും തിരിച്ചറിയേണ്ടത് വളരെ അത്യാവശ്യമാണ്. നമ്മൾ പ്രാർത്ഥിക്കുക. നമ്മളാരെയും നമ്മുടെ നാട്ടിൽ പറഞ്ഞ പോലെ ഉന്തി മരം കയറ്റിയാൽ നെഞ്ചൊരയും. അപ്പം നമ്മൾ ഉന്തി മരം കയറ്റാതെ അവർക്ക് തന്നെ ആ ഒരു നീഡ് തോന്നിയിട്ട് കർത്താവിൻ്റെ സന്നിധിയിൽ സമയങ്ങൾ സ്പെൻഡ് ചെയ്യണമെന്നും പ്രാർത്ഥിക്കണമെന്നും വചനം ധ്യാനിക്കണമെന്നുമുള്ള അവസരങ്ങൾ കർത്താവ് ഒരുക്കുവാൻ വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണം. നമ്മുടെ കുഞ്ഞുങ്ങൾ ആരും നഷ്ടമായി പോകാതെ. പ്രത്യേകം ചില ആൾക്കാരൊക്കെ റെഗുലർലി ഇപ്പോൾ സൺഡേയിൽ വരാത്തവരുണ്ട്. അപ്പോൾ അവരെയൊക്കെ ഓർത്ത് പ്രത്യേകം പ്രാർത്ഥിക്കണം. അവരൊക്കെ ജോലിയാണ് ഒരു തടസ്സമെങ്കിൽ ഞാനത് പറയുന്നില്ല. കർത്താവിൻ്റെ സന്നിധിയിൽ വരേണ്ടതിനുള്ള സമയം തീർച്ചയായിട്ടും കണ്ടെത്തേണ്ടത് വളരെ ആവശ്യമാണ്. കാരണം റെഗുലർലി വരാതിരിക്കുന്നത്, നിങ്ങളോടല്ല പറയേണ്ടത്, റെഗുലർലി വരാതിരിക്കുന്നത് ദൈവസന്നിധിയിൽ കാണിക്കുന്ന വലിയൊരു നീതികേടും നന്ദികേടുമാണ്. കർത്താവ് കുഞ്ഞുങ്ങളുടെ ഹൃദയങ്ങളോട് ദിവസങ്ങൾ സംസാരിക്കുവാൻ വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുക. സ്കെഡ്യൂൾസൊക്കെ ഒന്ന് അറേഞ്ച്ഡായി സൺഡേ മോർണിംഗ് സെർച്ച് വരാനുള്ള അവസരങ്ങൾ കർത്താവ് ഒരുക്കേണ്ടതായി സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കാം. നമുക്ക് നമ്മൾ തുടർച്ചയായി ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന യോഹന്നാൻ്റെ സുവിശേഷത്തിലേക്ക് നാം മടങ്ങി വരുവാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. യോഹന്നാൻ്റെ സുവിശേഷം 11-ാമത്തെ അധ്യായത്തിലാണ് നാം നിൽക്കുന്നത്. കെസിയ, നമ്മൾ ലാസ്റ്റ് വീക്കിൽ എന്തായിരുന്നു ബൈബിൾ സ്റ്റഡിയിൽ നമ്മൾ പറഞ്ഞ എന്താണെന്ന് ഓർമ്മയുണ്ടോ? ഒന്ന് പറയാൻ പറ്റുമോ? ഡു യു ഹാവ് എ ബൈബിൾ വിത്ത് യു? ഇഫ് യു ഹാവ് എ ബൈബിൾ പ്ലീസ് ടേക്ക് ഇറ്റ് പ്ലീസ്. ഓക്കെ, എന്തുവെന്ന് കഴിഞ്ഞ ആഴ്ച നമ്മൾ പറഞ്ഞ എന്താണെന്നുള്ള കാര്യം ഒന്ന് പറഞ്ഞാൽ, കാരണം എല്ലാവരും മറന്നുപോയിട്ടുണ്ട്, ഒന്ന് പറഞ്ഞാൽ നല്ലതായിരിക്കും. ലാസ്റ്ററിനെ ഉയർപ്പിച്ചായിരുന്നു നമ്മൾ കഴിഞ്ഞ ആഴ്ച. നമ്മളവിടെ വരെ ആയില്ല. നമ്മളവിടെ മാർത്തയും മാർത്താസ് എൻകൗണ്ടർ വിത്ത് ജീസസ് ആയിരുന്നു ലാസ്റ്റ് വീക്ക് നമ്മൾ പറഞ്ഞല്ലേ. എന്തെങ്കിലും ഓർക്കുന്നുണ്ടോ? നമ്മൾ ചിന്തിച്ച് എന്തെങ്കിലും കാര്യങ്ങൾ? കൻ യു റിക്കലക്ട് സംതിങ്? തോമസ് ടെസ്റ്റിമണി. ഓക്കെ, അത് കഴിഞ്ഞതിൻ്റെ മുമ്പത്തെ ആഴ്ചയായിരുന്നു. ഓക്കെ, സിക്സ് സിസ്റ്റേഴ്സ് ക്യാരക്ടർ. ഓക്കെ, ദാറ്റ്സ് ഗുഡ്. നല്ലൊരു കാര്യമാണ്. ഓക്കെ, വേറെ എന്തെങ്കിലും ഓർമ്മയുണ്ടോ? What Jesus said to them. Okay, that's good. അത്രയും പറഞ്ഞിട്ട് കുഞ്ഞ് പ്രത്യേകം ഒരു കയ്യടി കൊടുത്താൽ നമുക്ക് കുഞ്ഞിൻ്റെ. ഇതുപോലെ ചോദ്യങ്ങൾ എല്ലാവരോടും ചോദിക്കും. നമ്മൾ ബൈബിൾ സ്റ്റഡിയിൽ നിങ്ങൾ നോട്ട്സൊക്കെ പ്രിപ്പയർ ചെയ്യാൻ പറ്റുമെങ്കിൽ വളരെ സന്തോഷമാണ്. നമ്മൾ ബാക്ക് ടു ചാപ്റ്റർ 11 വേഴ്സസ് 28 മുതലുള്ള വേദഭാഗങ്ങളാണ് നമ്മളിന്ന് ചിന്തിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നത്. 28 മുതൽ 32 വരെയുള്ള വേഴ്സസ് ആരെങ്കിലും ഒരാളൊന്ന് വായിക്കാമോ? 28. യെസ്. തന്റെ സഹോദരിയായ മറിയയെ സ്വകാര്യമായി വിളിച്ചു, ഗുരു വന്നിട്ടുണ്ട്, നിന്നെ വിളിക്കുന്നു എന്ന് പറഞ്ഞു. അവൾ കേട്ട ഉടനെ എഴുന്നേറ്റ് അവന്റെ അടുക്കൽ വന്നു. യേശു അതുവരെ ഗ്രാമത്തിൽ കടക്കാതെ മാർത്ത അവനെ എതിരേറ്റ സ്ഥലത്ത് തന്നെയായിരുന്നു. വീട്ടിൽ അവളോട് കൂടെ ഇരുന്ന് അവളെ ആശ്വസിപ്പിക്കുന്ന യഹൂദന്മാർ മറിയ വേഗം എഴുന്നേറ്റ് പോകുന്നത് കണ്ടിട്ട് അവൾ കല്ലറയ്ക്കൽ കരയുവാൻ പോകുന്നു എന്ന് വിചാരിച്ച് പിൻചെന്നു. യേശു ഇരിക്കുന്നിടത്ത് മറിയ എത്തി അവനെ കണ്ടിട്ട് അവന്റെ കാൽക്കൽ വീണു. കർത്താവേ, നീ ഇവിടെ ഉണ്ടായിരുന്നു എങ്കിൽ എന്റെ സഹോദരൻ മരിക്കുകയില്ലായിരുന്നു എന്ന് പറഞ്ഞു. ഓക്കെ, താങ്ക് യു സോ മച്ച്. നമ്മൾ 28-ാമത്തെ അതിന്റെ മുമ്പത്തെ പാസേജ് നമ്മൾ കണ്ടു. പുനരുത്ഥാനം എന്ന് പറയുന്നത് ഒരു ഈവന്റ് മാത്രമല്ല. യേശുവിടെ പറയുന്നു, ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനുമാകും. സോ ഇറ്റ് മീൻസ് യേശുവിലൂടെയുള്ള പുനരുത്ഥാനവും യേശുവിലൂടെയുള്ള ജീവിതവും അല്ലെങ്കിൽ ജീവനും ഒരു ഈവന്റിനേക്കാൾ അപ്പുറമായിട്ട് നാം യേശുവിനെ ആയിരിക്കണം ഫോക്കസ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യം. യേശുവിലുള്ള വിശ്വാസത്താലാണ് പുനരുത്ഥാനം പ്രാപിക്കുന്നത് എന്നുള്ള കാര്യത്തെപ്പറ്റിയാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ നാം ചിന്തിക്കാൻ തക്ക ഇടയായിത്തീരുന്നത്. 28-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോഴത്തേക്കും പറഞ്ഞു, തൻ്റെ സഹോദരിയായ മറിയയെ സ്വകാര്യമായി വിളിച്ചു, ഈ ഗുരു വന്നിട്ടുണ്ട്, നിന്നെ വിളിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പം നമുക്കറിയാം മോണേഴ്സ് എല്ലാം വന്നിരിപ്പുണ്ട്, കരയുന്നവരെല്ലാവരും വന്നിരിപ്പുണ്ട്. കരയുന്നവരുടെ ഇടയിൽ നിന്ന് ആരെ വിളിക്കുകയാണ്? മറിയയെ രഹസ്യമായി സ്വകാര്യമായി വിളിച്ച് പുറത്തേക്ക് കൊണ്ടുപോവുകയാണ്. എന്ത് കണ്ടായിരിക്കും? ചിലപ്പം മറ്റുള്ളവർ കണ്ടു കഴിഞ്ഞാൽ ചിലപ്പം കൂടെ ഓടി വന്നു കഴിഞ്ഞിട്ട് യേശുവുമായിട്ടുള്ളൊരു പേഴ്സണൽ ടൈം കിട്ടാതിരിക്കത്തക്ക രീതിയിലൊരു ഹിൻഡ്രൻസ് ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. അപ്പം ഇവിടെ തന്നെ കാണുന്നുണ്ട്, അടുത്ത വാക്യത്തിലേക്ക് വരുമ്പം മേരി എഴുന്നേറ്റ് പോകുന്നത് കണ്ടപ്പോഴത്തേക്കിന് ഇവള് കല്ലറയ്ക്കൽ കരയുവാൻ പോകുന്നു എന്ന് വിചാരിച്ച് എന്ത് ചെയ്യുന്നുണ്ട്? ഇവരും പുറകെ പോകുന്നുണ്ട്. നമ്മൾ പറഞ്ഞായിരുന്നു ഇവർക്കൊരു മോർണിംഗ് ട്രഡീഷൻ ഉണ്ടായിരുന്നു. അതിൻ്റെ പേരെന്തുമായിരുന്നു? ഓർമ്മയുണ്ടോ ആർക്കെങ്കിലും?
ഒരു മോർണിംഗ് ട്രഡീഷൻ ഉണ്ടായിരുന്നു, കരയുന്നവർക്ക് ഒരു ട്രഡീഷൻ ഉണ്ടായിരുന്നു. എന്തായിരുന്നു ആ ട്രഡീഷൻ്റെ പേര്? ഒരു ഹിന്ദു ദൈവത്തിൻ്റെ പേരാണ് ശിവ. SHIVAH, ശിവ എന്നായിരുന്നു ആ ട്രഡീഷൻ്റെ പേര്. സോ ഇവിടെ കാണുന്നു, ഈ മാർത്ത പോയി പറയുന്നത് ഗുരു വന്നിട്ടുണ്ട്. ദി ടീച്ചർ എന്നാണ് അവിടെ പറയുന്നത്. ദി ടീച്ചർ ഈസ് ഹിയർ. മാർത്തയ്ക്ക് ഒരു എൻകൗണ്ടർ ഉണ്ടായി. മാർത്തയുടെ എൻകൗണ്ടറിൽ മാർത്ത തിരിച്ചറിഞ്ഞൊരു കാര്യമുണ്ട്. കർത്താവിൻ്റെ യേശുവിൻ്റെ ദൈവത്വത്തെ അവൾ തിരിച്ചറിയാൻ തക്കോണം ഇടയായിത്തീർന്നു. സോ അതിനുശേഷമാണ് പറയുന്നത് ഗുരു വന്നിട്ടുണ്ട്. ആ കാലത്ത് ഒരിക്കലും സഹോദരിമാരെ, സ്ത്രീകളെ ഈ വലിയ പണ്ഡിതന്മാർ അല്ലെങ്കിൽ ഗമാലിയേൽ പോലെയുള്ള ആളുകൾ ആരും ശിഷ്യന്മാരായിട്ട് അല്ലെങ്കിൽ ശിഷ്യകളായിട്ട് സ്വീകരിക്കുന്ന ഒരു പതിവ് ഇല്ലായിരുന്നു. പക്ഷെ ഇവിടെ മാർത്ത പറയുകയാണ് ഗുരു വന്നിട്ടുണ്ട്. അപ്പം മാർത്തയുടെ ലൈഫിൽ യേശു ഒരു ഗുരുവിൻ്റെ സ്ഥാനം കൂടി വഹിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞ അയ്യോ ലൈറ്റ് ഓഫ് ആക്കില്ല, ലൈറ്റ് ഓൺ ആക്കണേ, ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ. ആരാണ്? ലിഡിയ, നീ പോരെ? That's okay. അപ്പം യേശു ഒരു ഡിഫറെൻ്റ് വ്യൂ ആണ് ഇവിടെ എടുക്കുന്നത്. യേശുവിൻ്റെ അരികിൽ വന്ന ശിഷ്യന്മാർ മാത്രമല്ല, ശിഷ്യകളും ഉണ്ടായിരുന്നു, ശിഷ്യന്മാരല്ലാത്ത ആളുകൾ അല്ലെങ്കിൽ സ്ത്രീകളും ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ പറയുന്നുണ്ടെന്ന് പലപ്പോഴും യേശുവുമായിട്ടുള്ള ബന്ധത്തിൽ വരുമ്പോൾ പല ട്രഡീഷൻ പലതും ഓവർകം ചെയ്തുകൊണ്ടായിരുന്നു യേശുവിൻ്റെ ശുശ്രൂഷകൾ പലപ്പോഴും നടന്നുകൊണ്ടിരുന്നത്. അപ്പം ഇവിടെയും ആ ഒരു എൻകൗണ്ടറാണ് കാണുന്നത്. മാർത്തയ്ക്ക് ഒരു ഗുരുവിനെ കിട്ടത്തക്ക രീതിയിൽ, ദ ടീച്ചർ എന്ന് പറയത്തക്ക രീതിയിൽ യേശുവുമായിട്ടുള്ള ഗുരു ശിഷ്യ ബന്ധം മാർത്തയ്ക്ക് അവിടെ ഉണ്ടാകാൻ തക്കോണം ഇടയായിത്തീർന്നു. അപ്പം നിന്നെ വിളിക്കുന്നു എന്ന് പറഞ്ഞു. അത് കേട്ട ഉടനെ എഴുന്നേറ്റ് അവൻ്റെ അടുക്കൽ വന്നു. യേശു അതുവരെ വീട്ടിലോട്ട് കയറിയിട്ടില്ല, ഗ്രാമത്തിൻ്റെ അടുത്ത് തന്നെ നിൽക്കുകയായിരുന്നു. കടക്കാതെ മാർത്ത അവനെതിരേറ്റ സ്ഥലത്ത് തന്നെ നിൽക്കുകയായിരുന്നു. അപ്പം ഇതൊരു പബ്ലിക് സ്പേസ് ആണെന്നുള്ള കാര്യം നിങ്ങൾ ഓർക്കണം. 31-ാമത്തെ വാക്യത്തിൽ വരുമ്പോഴത്തേക്കിന് ഞാൻ മുമ്പേ പറഞ്ഞ പോലെ കല്ലറക്കൽ കരയുവാൻ പോകുന്നു എന്ന് വിചാരിച്ച് ഇവരെന്തോ ചെയ്തു? പുറത്തേക്ക് ഓടുവാൻ തക്കോണം ഇടയായിത്തീർന്നു. 32, യേശു ഇരിക്കുന്നിടത്ത് മറിയ എത്തി അവനെ കണ്ടിട്ട് അവൻ്റെ കാൽക്കലങ്ങ് വീണു. ഒരു പബ്ലിക് സ്പേസിൽ ഒരു സ്ത്രീ വന്ന് യേശുവിൻ്റെ കാൽക്കൽ, മാർത്ത അവനുമായിട്ടൊരു സംഭാഷണമായിരുന്നു ഉണ്ടായിരുന്നത്. മാർത്ത യേശുവിൻ്റെ അരികിൽ വന്നിട്ട് ഇങ്ങനെ നിലത്തേക്ക് വീഴുന്നില്ല, പകരം ഒരു കോൺവെർസേഷൻ. നീ എൻ്റെ സഹോദരൻ, നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കുകയില്ലായിരുന്നു എന്നുള്ളൊരു ഡയലോഗിങ് മാത്രമേ ഉണ്ടാവുന്നുള്ളൂ. പക്ഷേ ഇവിടെ കാണുന്നു മേരി വന്നിട്ട് അവൻ്റെ കാൽക്കൽ അങ്ങ് വീഴുകയാണ്. എന്നിട്ട് പറയാണ്, കർത്താവേ നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കുകയില്ലായിരുന്നു എന്ന് പറഞ്ഞു. അപ്പം ഈ ഒരു കോൺവെർസേഷൻ, നീ ഇവിടെ ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കുകയില്ലായിരുന്നു എന്നുള്ളത് തീർച്ചയായിട്ടും മാർത്തി ആൻഡ് മേരി തമ്മിലുള്ള ഒരു കോൺവെർസേഷൻ്റെ പാർട്ട് തന്നെ ആയിരിക്കാം. യേശുവിൻ്റെ ആയിരിക്കും രണ്ടുപേരും ഒരേപോലെ തന്നെ ഇത് പറയുന്നത്. സോ കർത്താവിൻ്റെ സന്നിധിയിൽ ഗ്രീവ് ചെയ്യുക അല്ലെങ്കിൽ വേദനപ്പെടുക അല്ലെങ്കിൽ കരയുക എന്നുള്ളത് ഒരിക്കലും ഒരു തെറ്റായിട്ടുള്ളൊരു കാര്യമായിട്ട് നമുക്കൊരിക്കലും പറയാനായിട്ട് പറ്റത്തില്ല. അവൻ ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ, മനസ്സ് തകർന്നവരെ അവന് രക്ഷിക്കുന്നു. സോ നമ്മുടെ ഒരു ഹ്യൂമൻ കണ്ടീഷനാണ് ഗ്രീവ് ചെയ്യുക അല്ലെങ്കിൽ നിരാശരാകുക അല്ലെങ്കിൽ പ്രയാസപ്പെടുക എന്നുള്ളത്. നമ്മുടെ ഒരു ആന്തരികമായിട്ടുള്ളൊരു വേദനയുടെ ഭാഗം തന്നെയാണ്. യേശു ഒരിക്കലും പറഞ്ഞില്ല മാർത്ത മേരി നീ കരയരുത് എന്ന് പറഞ്ഞില്ല, പകരം അവനോട് കൂടെ ചേർന്ന് സഹതപിക്കുവാൻ തക്കോണം ഇടയായിത്തീർന്നു. സോ നമ്മോട് കൂടെ സഹതപിക്കുന്ന ഒരു ദൈവത്തെയാണ് നാം സേവിക്കുന്നത്. ഞാൻ താഴേക്ക് വരെ, അതുകൊണ്ട് അതിന് ഒരു സിഗ്നിഫിക്കൻസ് ഉണ്ട്. അതെന്താണെന്നുള്ള കാര്യം 35-ാമത്തെ വാക്യം പറയുമ്പോഴത്തേക്കും ഞാനത് പറയാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. അപ്പം 2 കാര്യങ്ങളാണ് ഇവളുടെ അകത്ത് പറയുന്നത്. ഒന്ന്, ഇവളുടെ ഒരു നോബിൾ ഫെയ്ത്ത് ആണ്. എന്ത്? യേശു ഉണ്ടായിരുന്നെങ്കിൽ എന്തെങ്കിലും അത്ഭുതങ്ങൾ സംഭവിച്ചേനെ. ഒന്ന്, അത്ഭുതം ഇവൾ എക്സ്പെക്റ്റ് ചെയ്തു. 2, യേശു ഡിലേ ആയതിനെ പറ്റിയും ഇവളൊരു ക്രിറ്റിസിസം കൂടെയാണ് മേരി പറയുന്നത്. മാർത്ത ഇത് സെയിം സംഭവം തന്നെയാണ് പറഞ്ഞത്, പക്ഷേ മേരിയുടെ ആക്ടിനകത്ത് അവളുടെ വേദനയുടെ ഡെപ്ത് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. 2 പേരുടെയും തുല്യമായിട്ടുള്ള വേർപാടാണ് ഉണ്ടായത്. പക്ഷേ ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞ പോലെ മാർത്ത ആൻഡ് മേരി 2 ഡിഫറെൻറ്റ് ക്യാരക്ടേഴ്സ് ആയിരുന്നു. അവരുടെ വേദന എക്സ്പ്രസ് ചെയ്യുന്ന രീതിയും ഡിഫറെൻ്റ് ആയിരുന്നു. സോ ഇത് കേട്ടപ്പം യേശു എന്താ സംഭവിക്കുന്നത്? 31-ാം വാക്യം, അവൾ കരയുന്നതും അവളോട് കൂടെ വന്ന യഹൂദന്മാർ കരയുന്നതും യേശു കണ്ടിട്ട് ഉള്ളം നൊന്ത് കലങ്ങി. ഈ കൂടെ വന്നിരുന്ന കരയുന്ന ആൾക്കാർ വെറുതെ കരയുകയാണ്, അല്ലെങ്കിൽ കരച്ചിൽ കണ്ടപ്പം
അത് ശരിക്കും ആത്മാർത്ഥമായിട്ടുള്ളൊരു കരച്ചിലെന്ന് ഒരിക്കലും പറയാനായിട്ട് പറ്റത്തില്ല. കാരണം ഇവരുടെ ജോലിയാണ് കൂടി ഇരുന്ന് കരയുക എന്നുള്ളത്, ഇവരുടെ ജോലിയാണ്. പക്ഷേ മാർത്തയുടെയും മേരിയുടെയും ഹൃദയം, എസ്പെഷ്യലി മേരിയുടെ ഹൃദയം തകർന്നത് കണ്ടപ്പം യേശു എന്താ സംഭവിക്കുന്നത്? ഉള്ളം നൊന്ത് കലങ്ങി. സോ അവിടെ ഹി വാസ് ഡീപ്ലി മൂവ്ഡ് ഇൻ സ്പിരിറ്റ്. 31 വാക്യം, ഹി ഗ്രോൺഡ് ഇൻ ദ സ്പിരിറ്റ് ആൻഡ് വാസ് ട്രബിൾഡ് എന്നാണ് ഇവിടെ പറയുന്നത്. ഹി വാസ് ഡീപ്ലി മൂവ്ഡ് ഇൻ സ്പിരിറ്റ്. ആത്മാവിൽ അവൻ വേദനിച്ചു, ആത്മാവിൽ അവൻ കലങ്ങിപ്പോയി അല്ലെങ്കിൽ നൊന്തു എന്നൊക്കെയാണ് അവിടെ പറയുന്നത്. സോ ഇവിടെ കാണുന്നത് ഇറ്റ്സ് എ ഇൻറ്റൻസ് സ്ട്രോങ് ഫീലിംഗ് ഓഫ് കൺസേൺ. ഒരു ദേഷ്യം ഉൾപ്പെടെ കലർന്ന ഒരു കലക്കമാണ് ഇവിടെ ഉണ്ടായത്. അതിന് ഉപയോഗിച്ചിരിക്കുന്ന വാക്കിൻ്റെ റിയൽ മീനിങ്ങിലേക്ക് പോകുമ്പോഴത്തേക്ക് അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് വേദനയുണ്ട്, പക്ഷേ വേദനയോടൊപ്പം തന്നെ ഒരു ആങ്കറും കൂടെ അതിനകത്തുണ്ട്. മനസ്സിലാകുന്നുണ്ടോ? അതായത് ഇൻ ഹിസ് സ്പിരിറ്റ് അതിനകത്താണെങ്കിൽ ഉപയോഗിച്ചിരിക്കുന്നത് എംബ്രി മാമോയ് അങ്ങനെ ഒരു വാക്ക് ഉപയോഗിക്കുന്നത്. അതായത് ഒരു കുതിര ചിനയ്ക്കുന്നത് പോലെ യേശു വേദന കൊണ്ട് അലറി അല്ലെങ്കിൽ നൊമ്പരപ്പെട്ട് അയ്യോ എന്ന് നമ്മൾ പറയുമല്ലോ, അതുപോലെ ഒരു വേദനയിലാണ് കരഞ്ഞത്. സോ ഇറ്റ് ഷോസ് എ സ്ട്രോങ് ഇൻഡിഗ്നേഷൻ. ഒരു ആങ്കറും കൂടി ചേർത്താണ് ഇവിടെ പറയുന്നത്. അല്ലെങ്കിൽ അവൻ്റെ ഉള്ളിൽ ഒരു ഇന്നർ അജിറ്റേഷന് അവിടെ യേശുവിൻ്റെ ഉള്ളിൽ ഉണ്ടായി. ഒരാളുടെ കരച്ചിൽ കണ്ടപ്പം യേശുവിന് എന്തുകൊണ്ടായിരിക്കും ഇത്രയും ഫീലിങ്സ് ഉള്ളം നൊന്ത രീതിയിൽ അല്ലെങ്കിൽ ദേഷ്യം വരത്തക്ക രീതിയിൽ, അങ്ങനെ പറയാം, ദേഷ്യം ഉൾക്കലർന്ന ഒരു നൊമ്പരം, ഒരു വേദന എന്തുകൊണ്ടായിരിക്കാം യേശുവിന് ഉണ്ടായത്? 3 കാര്യങ്ങളാണ് പറഞ്ഞത്. ഒന്ന്, ആങ്കർ അറ്റ് ദ റിയാലിറ്റി ഓഫ് സിൻ ആൻഡ് ഡെത്ത്. പാപത്തെയും മരണത്തെയും കണ്ടുള്ള ഒരു ദേഷ്യം. മനസ്സിലായോ? ഏക മനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിലേക്ക് കടന്നു. യേശു ജീവൻ്റെ ദാതാവാണ്, ജീവൻ നൽകുന്നവനാണ്. സോ ഇത് അവൻ്റെ ഉള്ളിൽ, ഞാൻ ജീവൻ ദാതാവായി നിൽക്കുമ്പോൾ ഇവിടെ 2 പേര് പറയാണ് നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ മരിക്കുകയില്ലായിരുന്നു. സോ ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കിന് യേശുവിൻ്റെ ഉള്ളത്തിൽ, ജീവദാതാവായ യേശുവിൻ്റെ ഉള്ളിൽ ഒരു റൈച്ചസ് ആങ്കർ എന്ന് വേണമെങ്കിൽ പറയാം, റൈച്ചസ് ആങ്കറാണ് അവിടെ ഉടലെടുക്കുവാൻ തക്കോണം ഇടയാച്ചത്. കാരണം പാപത്തിൻ്റെ ഫലമായിട്ടാണ് എന്തുണ്ടായത്? മരണം ഭൂമിയിലേക്ക്, മനുഷ്യനിലേക്ക് കടന്നത്. 2 രീതിയിലുള്ള മരണങ്ങളുണ്ട്. ഒന്ന് ശാരീരിക മരണം, 2 ആത്മീക മരണം. യേശുവിനെ രക്ഷിതാവും കർത്താവുമായി അംഗീകരിക്കാത്ത ഒരു വ്യക്തി, മരിക്കുന്ന ഉടനെ അവൻ്റെ ആത്മാവ് നഷ്ടമായി പോകും, അല്ലെങ്കിൽ നിത്യ നരകത്തിലേക്ക്, നിത്യ ന്യായവിധിക്ക് വേണ്ടിയായിട്ട് ഒരുക്കപ്പെടുകയാണ്. അതല്ല, യേശുവിനെ രക്ഷിതാവും കർത്താവുമായി അംഗീകരിക്കുമ്പോൾ ആ നിത്യമരണത്തിൽ നിന്ന്, നിത്യ ന്യായവിധിയിൽ നിന്ന് അവന് മോചനം പ്രാപിച്ച് ശാരീരികമായിട്ടുള്ള മരണം മാത്രമേ അവന് ഉണ്ടാകുന്നുള്ളൂ. സോ യേശുവിൻ്റെ ആങ്കറിനകത്ത് ഇത് ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. 2, ഇറ്റ് റിവീൽസ് ദ ഡീറ്റി ഓഫ് ക്രൈസ്റ്റ്. ഒരു ഹോളി ആങ്കർ, പാപത്തെയും മരണത്തെയും കണ്ടപ്പോൾ ഒരു ഹോളി ആങ്കർ ഉണ്ട്. 3, ഞാൻ വായിച്ചത് ഇങ്ങനെയാണ്, ഇറ്റ്സ് ഫോർ ഷാഡോയിങ് ദി ക്രോസ് ഓഫ് ജീസസ് ക്രൈസ്റ്റ്. യേശുവിൻ്റെ ക്രൂശീകരണത്തിന് ഒരു നിഴലായിട്ട് കൂടിയാണ് ഈ ആങ്കർ ഇവിടെ ഉണ്ടാകാൻ തക്കോണം ഇടയായി തീർന്നത്. കാരണം ഇതിനകത്ത് പറഞ്ഞ് ഹി ഗ്രോൺഡ് ഇൻ ദ സ്പിരിറ്റ് എന്നുള്ള ആ വാക്ക് വേറെ പല ഭാഗങ്ങളിലും ഉപയോഗിക്കാൻ തക്കോണം ഇടയായി തീർന്നിട്ടുണ്ട്. ഒന്ന് യോഹന്നാന്റെ സുവിശേഷത്തിൽ തന്നെ 12-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ 12-ന്റെ 27-ാം വാക്യം വരുമ്പോൾ ഇപ്പോൾ എൻ്റെ ഉള്ളം കലങ്ങിയിരിക്കുന്നു. മത്തായി സുവിശേഷം വരുമ്പോൾ 26-നെ 37-38 വാക്യത്തിലേക്ക് വരുമ്പോഴത്തേക്കിന് എനിക്ക് തോന്നുന്നു ഇസ്കരിയോത്ത യൂദയെ പറ്റി പറയുമ്പോൾ അതിനെപ്പറ്റി ഓർത്തപ്പോൾ അവൻ്റെ ഉള്ളം നൊന്ത് കലങ്ങി അല്ലെങ്കിൽ പ്രാണവേദനയിലായി എന്നൊക്കെ ഒരു കാര്യം പറയാൻ തക്കോളൂ. സോ അതേ ലെവൽ ഓഫ് പെയിൻ ആൻഡ് ആങ്കർ ആണ് യേശുവിൻ്റെ ഉള്ളിലും ഉണ്ടാകാൻ തക്കോണം ഇടയാത്തത്. യോഹന്നാന്റെ സുവിശേഷം 13-21 കാണുന്നു, ഹി വാസ് ട്രബിൾഡ് ഇൻ സ്പിരിറ്റ് എന്നാണ് അവൻ്റെ ഈ വാക്യത്തിലാണ് ഇസ്കരിയോത്ത യൂദയെ പറ്റി പറയുന്നത്. ഒന്ന് വായിക്കാൻ പറ്റുമോ? 13-21. യെസ്. ഓക്കെ, ആദ്യ വാക്യം എങ്ങനെ? അവൻ്റെ ഉള്ളം കലങ്ങി. സോ ഇതെല്ലാം കണക്റ്റഡ് ആയിട്ട് വരുന്ന വാക്കുകൾ തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. സോ ചില സ്കോളേഴ്സ് പറയുന്നത് ഈ യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായം എന്ന് പറയുന്നത് യേശുക്രിസ്തുവിൻ്റെ മരണത്തിന് മുമ്പായിട്ട് നടന്നിരുന്ന ഒരു ഡ്രസ് റിഹേഴ്സൽ ആയിരുന്നു എന്നാണ് പറയുന്നത്. അതായത് ആക്ച്വലായിട്ടുള്ള കാര്യം വരാൻ പോകുന്നതേ ഉള്ളൂ, അതിന് മുമ്പായിട്ട് അവൻ്റെ ശരീരത്തിലും അവൻ്റെ പ്രാണനിലും സെയിം വെയിറ്റ് ഓഫ് ആങ്കർ ആൻഡ് പെയിൻ
അവൻ്റെ ശരീരത്തിൽ അവൻ അതേപോലെ തന്നെ അനുഭവിക്കാൻ തക്കോണം ഇടയായി തീർന്നു എന്നാണ് പറയുന്നത്. സോ 11-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, ഞാൻ തന്നെ പുനരുദ്ധാനവും ജീവനും ആകുന്നു പറയുന്നു. പക്ഷേ ആ പുനരുദ്ധാനവും ജീവനും എന്നുള്ളത് ഈ ഇമ്മീഡിയറ്റ്ലി ഉയർപ്പിൻ്റെ ശുശ്രൂഷ, അവിടെ ഒന്ന് ശ്രദ്ധിക്കണേ കുഞ്ഞ്, ഉയർപ്പിൻ്റെ ശുശ്രൂഷയിൽ അത് നടക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ അതിൻ്റെ ഫൈനൽ അൾട്ടിമേറ്റ് ആയിട്ടുള്ള കാര്യം പുനരുദ്ധാനവും ജീവനും എന്നുള്ളത് തൻ്റെ ഉയർപ്പിലൂടെ അവൻ കാണിച്ചു തരുവാൻ തക്കൊണ്ട് ഇടയായത്. ഞാൻ പറഞ്ഞ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? മനസ്സിലായില്ല? ഇല്ല. യോഹന്നാൻ സുവിശേഷം 11-ാം അധ്യായത്തിൽ പറയുന്നു, ഞാൻ തന്നെ പുനരുദ്ധാനവും ജീവനുമാകുന്നു എന്ന് പറയുന്നു. അതിൻ്റെ ഒരു ഇമ്മീഡിയറ്റ് എഫക്റ്റ് ലാസറിൻ്റെ ഉയർപ്പിലൂടെ, പുനരുദ്ധാനം എന്നുള്ള, ഞാൻ അതിലേക്ക് വരാം. ഒരു ഉയർപ്പിൻ്റെ ശുശ്രൂഷ അവിടെ നടത്തി യേശു അവിടെ കാണിക്കുന്നു. അതിൻ്റെ ബൈൻഡിങ് ആകുന്നത് ഒരു ലോയുടെ ബൈൻഡിങ് എപ്പോഴാണ് ഉണ്ടാകുന്നത്? അത് ആ ലോ ഉണ്ടാക്കിയ ആളുടെ മരണത്താലാണ് അത് ബൈൻഡ് ആവുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ തൻ്റെ ജീവിതത്തിലൂടെ, മരണത്തിലൂടെ അവനത് കാണിച്ചു. പുനരുദ്ധാനവും ജീവനും എന്നുള്ളത് വാക്കുകൾ കൊണ്ട് മാത്രമല്ല, തൻ്റെ പ്രവൃത്തിയിലൂടെ മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് അവനൊരു പ്രത്യാശ നമുക്ക് വേണ്ടി കാണിച്ചു വെച്ചു. മനസ്സിലാകുന്നുണ്ടോ? യേശു ചുമ്മാതെ പറഞ്ഞിട്ട് സ്നാപ്പ് ചെയ്ത് കയറി പോകാറുണ്ടെങ്കിൽ പുനരുദ്ധാനവും ജീവനും എന്നുള്ള കാര്യത്തിനകത്ത് അർത്ഥമുണ്ടാകുകയില്ല, അതിനൊരു മീനിങ് ഉണ്ടാകില്ല. പക്ഷേ തൻ്റെ ജീവിതത്തിലൂടെ ഇമ്മീഡിയറ്റ്ലി അത് ഒരു ഉദാഹരണത്തിലൂടെ കാണിച്ചു തന്നു. പക്ഷേ ഇതിൻ്റെ ഒരു അൾട്ടിമേറ്റ് കാര്യം തൻ്റെ ശരീരത്തിലൂടെ അവൻ കാണിച്ചു തന്നു. അതിനുശേഷം പിന്നെ കാണിക്കുകയാണ്, ഇതുപോലെ ഞാൻ രണ്ടാമതും മടങ്ങി വരും എന്നുള്ളൊരു പ്രത്യാശയുടെ കാര്യം എന്നിട്ട് പറയുകയാണ്, ഇതുപോലെ നിങ്ങൾക്കും ട്രാൻസ്ഫോർമേഷൻ. ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? സോ 11-ാം അധ്യായത്തിനകത്ത് ഇത്രയും കാര്യങ്ങളാണ് റിലേറ്റഡ് ആയിട്ട് പറയുന്നത്. സോ 35-ാം വാക്യത്തിൽ വരുമ്പോഴത്തേക്കിന് ഇതിന് ശേഷം ഉള്ള നൊന്ത് കലങ്ങിയതിന് ശേഷം യേശു എന്താണ്? യേശു കണ്ണുനീർ വാർത്തു. ജീസസ് വെപ്റ്റ്. ഏറ്റവും ചെറുതായിട്ടുള്ളൊരു വാക്യമാണ് ബൈബിൾ, ഏറ്റവും ഷോർട്ടസ്റ്റ് വേർഡ്സാണ് യേശു കരയും. യേശു ദൈവമായിരുന്നു, യേശുവിന് വേദനപ്പെടേണ്ട കാര്യമില്ലായിരുന്നു. പക്ഷെങ്കിൽ ദിസ് ഷോസ് ദ ഹ്യൂമാനിറ്റി ഓഫ് ജീസസ് ക്രൈസ്റ്റ്. യേശുവിൻ്റെ മനുഷ്യത്വത്തെ റിവീൽ ചെയ്യുന്ന ഒരു കാര്യമായിരുന്നു. അവൻ നമ്മെപ്പോലെ സമസ്വഭാവമുള്ള വ്യക്തിയായിരുന്നു, നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ട ഒരു വ്യക്തിയാണ്. കൊരിന്ത്യർ ലേഖനത്തിനകത്ത് ഒരു വാക്യമുണ്ട്, നമുക്ക് തുല്യനായി പരീക്ഷിക്കപ്പെട്ടു, പാപമൊഴികെ സകലത്തിലും നമുക്ക് തുല്യനായി പരീക്ഷിക്കപ്പെട്ടു എന്നൊരു വാക്കാണ്. പക്ഷേ ആ വാക്യത്തിനകത്ത് ഒരു ചെറിയൊരു പിഴവുണ്ട്. പാപം ഉൾപ്പെടെ എല്ലാത്തിനും പരീക്ഷിക്കപ്പെട്ടപ്പോഴും അവൻ പാപം ചെയ്തില്ല എന്നുള്ള, അല്ലെങ്കിൽ പാപത്തിന് അവനെ പിടിച്ചടക്കുവാൻ കഴിഞ്ഞില്ല. യോഹന്നാന്റെ സുവിശേഷം 1-ാമത്തെ അധ്യായത്തിൽ ഇരുളിന് അവനെ പിടിച്ചടക്കുവാൻ കഴിഞ്ഞില്ല എന്നുള്ളതിൻ്റെ ഒരു എക്സ്പ്ലനേഷനാണ് കൊരിന്ത്യർ ലേഖനത്തിൽ പറയുന്നത്, പാപം ഒഴികെ. പക്ഷെ അതല്ല, പാപം ഉൾപ്പെടെ വന്നെങ്കിൽ പോലും അതല്ല എന്നുണ്ടെങ്കിൽ യേശുവിൻ്റെ 3 പരീക്ഷകളുടെ ആവശ്യകത ഉണ്ടാകുകയില്ലായിരുന്നു. മനസ്സിലാവുന്നുണ്ടോ? സോ പാപം ഒഴികെയല്ല, പാപം ചെയ്യാനുള്ള അവസരങ്ങൾ ഉണ്ടായെങ്കിലും പാപത്തിന് അവനെ പിടിച്ചടക്കുവാൻ കഴിയാത്തത് കൊണ്ട് അവൻ പാപത്തിനുമേൽ ജയം പ്രാപിച്ചവനായിരുന്നു. അല്ലെങ്കിൽ ഇറ്റ് ഷോസ് ദ ഡീറ്റി ഓഫ് ഈവൻ ഇൻ ദ ഹ്യൂമൻ ഫോം ഹി വാസ് away from all the passions of this world. അല്ലെങ്കിൽ പാപത്തിന് അവനെ പിടിച്ചടക്കുവാൻ പറ്റാത്ത രീതിയിൽ അവൻ തൻ്റെ ജീവിതം കാത്തു സൂക്ഷിക്കാൻ തക്കോണം ഇടയായി തീർന്നു. ഈ യേശു കരഞ്ഞു എന്ന്, അല്ലെങ്കിൽ യേശു കണ്ണുനീർ വാർത്തു എന്നുള്ള വാക്ക് വളരെ റെലവൻ്റ് ആയിട്ടുള്ളൊരു വാക്യമായിരുന്നു. കാരണം വെച്ചാൽ അതിന് മുമ്പത്തെ വാക്യങ്ങളിൽ മാർത്ത യേശുവിൻ്റെ ദൈവത്വത്തെ അംഗീകരിക്കുവാൻ തക്കോണം ഇടയായി തീർന്നു. പക്ഷെങ്കിൽ അന്നത്തെ കാലത്ത് ദൈവം എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് അവർ പറയുന്നത് അപ്പത്തിയ എന്ന് വെച്ചാൽ സിമ്പതി ഇല്ലാത്ത ഒരു ഐഡന്റിറ്റി ആയിരുന്നു ആര്? ദൈവം. അന്നത്തെ കാലത്ത് നമുക്ക് തുല്യമായി സഹതപിക്കുവാൻ പറ്റാത്തൊരു ദൈവമായിട്ടാണ് അവർ എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടിരുന്നത്. അതല്ലെങ്കിൽ ആരോണിപ്പം കരഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ ഫേസ് ചിരിച്ചുകൊണ്ടായിരിക്കും, ആരോൺ സന്തോഷത്തിൽ പോയാലും ദൈവത്തിൻ്റെ ഫേസ് സെയിം ആയിരിക്കും. ദൈവത്തിന് ചേഞ്ച് ഇല്ലാത്ത രീതിയിലായിരുന്നു അന്നത്തെ ഫിലോസഫിക്കൽ തോട്ട് പ്രോസസ്സിലൊക്കെ ദൈവങ്ങളെ പറയുവാൻ തക്കണം ഇടയായിത്തീരുന്നത്. ഗ്രീക്കുകാർ പറഞ്ഞിരുന്നത് ദേ ബിലീവ്ഡ് ഇൻ ആൻ ഐസൊലേറ്റഡ് പാഷൻലെസ് ആൻഡ് കമ്പാഷൻലെസ് ഗോഡ്. യാതൊരു വിധമായിട്ടുള്ള വികാരങ്ങളില്ലാത്തൊരു വ്യക്തിയായിട്ടായിരുന്നു ദൈവങ്ങളെ അവരന്ന് പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷെങ്കിൽ ഇവിടെ കാണുന്നു യേശു കണ്ണുനീർ വാർത്തു. നമുക്ക് തുല്യമായിട്ട് നമ്മോട് സഹതപിക്കുന്ന ഒരു ദൈവത്തെയാണ് നാം സ്നേഹിക്കുന്നത്. മാർത്ത മേരി വന്ന് കരയുമ്പോൾ അവരോട് ചേർന്ന് കരയുന്ന ഒരു യേശു. മനസ്സിലാവുന്നുണ്ടോ? നമ്മൾ യേശു മരണാനക്ക പുനരുദ്ധാനത്തിന് ശേഷം പരിശുദ്ധാത്മാവെന്നൊരു കാര്യസ്ഥനെ നമ്മൾക്ക് വേണ്ടി തന്നിരിക്കുകയാണ്.
റോമാലേഖനത്തിൽ അതൊരു വാക്യമുണ്ട്, അവൻ നമ്മോട്, ഞാൻ എപ്പോഴും പറഞ്ഞൊരു വാക്യമാണ്, നമ്മോട് കൂടെ ഉച്ചരിച്ചു കൂടാത്ത ഞരക്കങ്ങളാൽ നമ്മോട് ചേർന്ന് നിന്ന് പ്രാർത്ഥനയിൽ സഹായിക്കുന്ന ഒരു ആത്മാവിൻ്റെ സാന്നിധ്യത്തെ പറ്റി പറയുന്നുണ്ട്. സോ ദി ഹോളി സ്പിരിറ്റ് ഈസ് വിത്ത് അസ് ആൻഡ് ഹീ ഈസ് ഇൻ്റർസീഡിങ്, അല്ലെങ്കിൽ ഹീസ് അസിസ്റ്റിങ് അസ് ടു പ്രേ ഇൻ ഹിസ് പ്രസൻസ്. അതല്ലെങ്കിൽ നമ്മുടെ വാക്കുകളെ അതുപോലെ പ്രാർത്ഥനയായിട്ട് കൺവേർട്ട് ചെയ്യത്തക്ക രീതിയിൽ എന്താണ് പറയുക, ഒരു ഇൻ്റർപ്രറ്റർ പോലെ നമ്മോട് കൂടെ ഉണ്ടായിരുന്ന ഒരു വ്യക്തിയാണ് ആര്? പരിശുദ്ധാത്മാവെന്ന് പറയുന്നത്. സോ സഹതപിക്കുവാൻ കഴിയാത്തൊരു ദൈവത്തെ അല്ല നാം സ്നേഹിക്കുന്നത്. നമ്മളോട് കൂടെ ചേർന്ന് നമ്മുടെ വേദനയിൽ നമ്മോട് കൂടെ ഐഡൻറ്റിഫൈ ചെയ്യുന്ന ഒരു ദൈവത്തെ തന്നെയാണ് നമ്മൾ ചെയ്യുവാൻ തക്കോണം സേവിക്കുന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. സോ യേശു, ഹി വാസ് അൺഅഡൾട്രേറ്റഡ് ഹ്യൂമാനിറ്റി ഈസ് ജനറസ് ആൻഡ് സിമ്പതറ്റിക്. അദ്ദേഹത്തിൻ്റെ ആ അൺഅഡൾട്രേറ്റഡ് ഹ്യൂമാനിറ്റിയോടൊപ്പം തന്നെ അവൻ്റെ ഉള്ളിലൊരു ജെനുവിൻ കമ്പാഷൻ ആൻഡ് സിമ്പതി എപ്പോഴും യേശുവിന് ഉണ്ടാകാൻ തക്കോണം ഇടയായിത്തീർന്നു. സോ വേഴ്സ് 37 നാം വരുമ്പോൾ, വേഴ്സ് 36 വരുമ്പോൾ, ആകയാൽ യഹൂദന്മാർ കണ്ടോ അവനോട് എത്ര പ്രിയമുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. യേശു കരഞ്ഞു. യേശുവിൻ്റെ വേദനയൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കിന് അടുത്തിരിക്കുന്ന ആൾക്കാർ പറയാണ്, എടാ വേറെ ആൾക്കാരുടെ അടുത്ത് പോയിട്ട് യേശു ഇങ്ങനെ കരഞ്ഞിട്ടില്ല, ഇവരുടെ ഫാമിലിയുടെ അടുത്ത് വന്നിട്ട് കുറച്ച് കണ്ണുനീരൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അവർ ചില്ലറക്കാരൊന്നും അല്ലായിരുന്നു. നമ്മുടെ നാട്ടിൽ ഭാഷ പറഞ്ഞു കഴിഞ്ഞാൽ അവർ ചില്ലറക്കാരായിരുന്നു, കർത്താവിന് വലങ്കൈ ആയിരുന്നു. നമ്മുടെ നാട്ടിലെ ആൾക്കാർ പറഞ്ഞ പോലെ. അപ്പോൾ ഇതുപോലെയാണ് നമ്മൾ കർത്താവുമായിട്ടുള്ള ബന്ധത്തിൽ നമ്മൾ ആയിരിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ കർത്താവിൻ്റെ ഉള്ളം കയ്യിലാണ് ഇരിക്കുന്നത്. നമ്മൾ മനസ്സിലാവുന്നുണ്ടോ? നമ്മൾ ഉള്ളം കയ്യില. നമുക്കൊരു വേദന ഉണ്ടാകുന്ന ഉടനെ കർത്താവ് പ്രവർത്തിക്കുന്നതും ഇതുപോലെയാണ്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ മറ്റുള്ളവർ പറയും, കണ്ടോ അവൻ കർത്താവിനെ സ്നേഹിക്കുന്നതിന് സേവിക്കുന്നതിന് അറിയാൻ പറ്റുന്നുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? സോ അതൊരു ലിവിങ് ടെസ്റ്റിമണിയാണ്. നമ്മുടെ ലൈഫിൽ കർത്താവ് ഒരു അത്ഭുതം പ്രവർത്തിച്ച് കഴിയുമ്പോൾ അത് മറ്റുള്ളവർക്ക് മനസ്സിലാക്കണം. ദൈവത്തെ സ്നേഹിക്കുന്നതിനും സേവിക്കാത്തതിനും നമ്മൾ വ്യത്യാസം എന്ന് പറയത്തക്ക രീതിയിൽ നമ്മൾക്ക് വേണ്ടി ദൈവം പുതിയ വഴികളെ തുറക്കുമ്പോൾ കർത്താവ് മറ്റുള്ളവർ പറയും, കർത്താവ് അവന് പ്രിയനായിരുന്നു എന്ന് പറഞ്ഞു. അതിന് ശേഷം വേറെ ആൾക്കാർ പറഞ്ഞു, ചിലരോ കുരുടൻ്റെ കണ്ണ് തുറന്ന ഇവരെ മരിക്കാതിരിക്കുവാൻ കഴിഞ്ഞില്ലയോ എന്ന്. എപ്പോഴും കൊണ്ട് രണ്ട് തട്ടിലാണ് ആൾ. ഒരാൾ പറഞ്ഞു ഇവർക്ക് യേശുവും ഇവരും അവർ നല്ല ടേംസിലായിരുന്നു. മറ്റുള്ളവർ പറഞ്ഞു ടേംസ് ആണെന്നൊക്കെ സത്യമാണ്, പക്ഷേ എന്നാലും അത് മരിച്ചു പോയല്ലോ. മറ്റേ പാർട്ടാണ് ഇവിടെ പറയാൻ തക്കണം ഇടയായി തന്നെ. സോ പറയുന്നു, ഒരുത്തൻ്റെ കണ്ണ് സൗഖ്യമാക്കാം, അവിടെ വരെ ഉള്ളായിരുന്നു. മരണം പക്ഷെങ്കിൽ അവൻ്റെ കയ്യിൽ അല്ലായിരുന്നു. അവിശ്വാസത്തിൻ്റെ ലെവൽസാണ് അവിടെ. കർത്താവിന് കുറച്ച് കാര്യം സൗഖ്യമാക്കാൻ പറ്റും, പക്ഷെ മറ്റേത് അതുകൊണ്ടാണ് അവൻ ലേറ്റ് ആയത്. അതുകൊണ്ടാണ് അവൻ 4 ദിവസം, കാരണം കല്ലെറി വന്ന് പേടിച്ചൊക്കെ ആയിരിക്കാം എന്നൊക്കെ ആയിരിക്കും അവിടെയുള്ള സംഭാഷണങ്ങളൊക്കെ മുമ്പോട്ട് പോകുന്നത്. സോ ഈ വേഴ്സിനകത്ത് ശരിക്കും പറഞ്ഞാൽ യേശുവിൻ്റെ സ്നേഹവും ഉണ്ടാകുന്നുണ്ട്, അതോടൊപ്പം തന്നെ ഡെലിബറേറ്റായിട്ട് ഡിലേ ആയതിൻ്റെ ഉള്ള അവസ്ഥയും നമ്മൾ കാണുന്നുണ്ട്. അവൻ 2 കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അവന് സ്നേഹമുണ്ട്, പക്ഷെ സ്നേഹം ഉള്ളപ്പോൾ തന്നെ അവൻ ലേറ്റും ആയി. അപ്പം ഇത് ആൾക്കാരുടെ മറ്റുള്ളവരുടെ മുമ്പിൽ നമ്മളൊരു ചോദ്യചിഹ്നമായിട്ട് ചില സമയങ്ങളിൽ നിൽക്കുന്ന സമയമൊക്കെ ഉണ്ടാകുന്നത്. പക്ഷേ ദൈവത്തിൻ്റെ മഹത്വത്തിന് വേണ്ടിയാണെന്നുള്ള കാര്യം നമ്മൾ മുമ്പുള്ള പാസേജുകൾ നാം കാണാൻ തക്കണം ഇടയെത്തിയിരുന്നുണ്ടല്ലോ. 38-ാമത്തെ വാക്യത്തിലേക്ക് വരികയാണ്. യേശു പിന്നെയും ഉള്ളം നൊന്ത് വീണ്ടും സെയിം പെയിനോടുകൂടെയാണ് ആ കല്ലറയുടെ അടുക്കിലേക്ക് ചെല്ലുന്നത്. അത് ഒരു ഗുഹ ആയിരുന്നു. ആ ഒരു കല്ല് അതിന്മേൽ വെച്ച് നിങ്ങൾ ഗൂഗിളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ ഫോട്ടോസൊക്കെ കാണാൻ പറ്റും. ഒരു കേവ് ആയിരിക്കും, ശവക്കല്ലറയായിട്ട് അവർ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അതിൻ്റെ ഫ്രണ്ടിൽ ഒരു വലിയ റൗണ്ട് കല്ലെടുത്ത് വെച്ച് അതിനെ സീൽ ചെയ്തിട്ടൊക്കെ അങ്ങനെയൊക്കെയായിരുന്നു അത് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ യേശു അവിടെ ചെന്നിട്ട് പറഞ്ഞു, കല്ല് നീക്കുവിനെന്ന് യേശു പറഞ്ഞു. മരിച്ചവൻ്റെ സഹോദരിയായ മാർത്ത കർത്താവെ നാറ്റം വെച്ച് തുടങ്ങി 4 ദിവസമായല്ലോ എന്ന് പറഞ്ഞു. അപ്പം മാർത്തയ്ക്ക് വിശ്വാസം ഉണ്ടായിരുന്നു, പക്ഷെ സ്റ്റില്ല് പറയുകയാണ് 4 ദിവസം കഴിഞ്ഞല്ലോ. എന്താണ് 3 ദിവസം കഴിയുമ്പോഴത്തേക്കിന് ആത്മാവ് അങ്ങ് പോയി. 4-ാമത്തെ ദിവസം ആയപ്പോഴത്തേക്കിന് ഡെത്ത് ഇറിവേഴ്സിബിളായി മാറി. അപ്പം ഇനിയിപ്പം നീ ഓപ്പൺ ആക്കിയിട്ടും കുറച്ച് സ്മെല്ല് ആൾക്കാരുടെ മുമ്പിൽ വരാവുന്നേ ഉള്ളൂ. അതല്ലാതെ സൗഖ്യമാകുക അല്ലെങ്കിൽ വിടുതൽ നടക്കുക എന്നുള്ള കാര്യമൊന്നും. എന്തിനാ യേശുവേ അവൻ്റെ അഴുകിയ ജഡം കാണാൻ വേണ്ടിയാണോ നീ ഓപ്പൺ ആക്കാൻ വേണ്ടി പറയുന്നത്? മാർത്ത യേശുവിൻ്റെ
റെവലേഷൻ കിട്ടിയ ഒരു വ്യക്തിയാണ്. ഏതാണ് മുമ്പേ പറഞ്ഞു, നീ ജീവനുള്ള പുത്രനായ യേശു ക്രിസ്തു, ദൈവത്തിന്റെ പുത്രനായ യേശു എന്നൊക്കെ പറഞ്ഞു. പക്ഷേ പുനരുദ്ധാനവും ജീവനുമാകുന്നുള്ള വാക്യമൊക്കെ ഇവരുടെ ഉള്ളിൽ പ്രകമ്പനം കൊള്ളുന്നതോടൊപ്പം തന്നെ യേശുവിനോട് പറയാണ്, ഡോറ് മാത്രം ഓപ്പൺ ചെയ്യേണ്ട. യേശു, നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, മാർത്തയിൽ യേശു പറയാണ്, അപ്പം കൈ ഉയർത്തി സംസാരിക്കുന്ന തന്നെ മാർത്ത എന്നിട്ട് പറയാം, തട്ടിയിട്ട് പറയാം, അയ്യോ അത് മാത്രം പറയല്ലേ, അത് മാത്രം പറയല്ലേ, ബാക്കിയൊക്കെ നീ ചെയ്തോ, നീ എന്തെങ്കിലുമൊക്കെ ചെയ്തു, നീ വേണേൽ രണ്ട് പ്രസംഗമൊക്കെ പറഞ്ഞു. കാരണം ഒരു മലയുടെ സൈഡിലായതുകൊണ്ട് 2 വാക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എക്കോ ഒക്കെ അടിച്ചിട്ട് ആൾക്കാർക്കൊക്കെ സുഖമായിട്ട് കേൾക്കാൻ പറ്റും. പക്ഷെങ്കിൽ കല്ലറ തുറക്കാൻ മാത്രം വേണ്ട. കാരണം മാർത്തയ്ക്ക് ഇനി ഹോപ്പൊന്നും ഇല്ല. 40ാമത്തെ വാക്യത്തിൽ വരുമ്പോൾ യേശു അവളോട്, വിശ്വസിക്കാൻ നീ ദൈവത്തിൻ്റെ മഹത്വം കാണുമെന്ന് ഞാൻ നിന്നോട് പറഞ്ഞില്ലയോ എന്ന്. അപ്പോൾ യേശു നേരത്തെ പറഞ്ഞ കാര്യത്തെ ഒന്നുകൂടെ റീഅഷ്യൂർ ചെയ്യുകയാണ്. അപ്പം യേശുവിന് ശരിക്കും പ്രവർത്തിക്കുവാൻ വേണ്ടി മാർത്തയുടെയും മറിയയുടെയും വിശ്വാസം ആവശ്യമായിരുന്നു? ശരിക്കും ആവശ്യമാണോ? ശരിക്കും ആവശ്യമല്ല. മാർത്തയും മറിയയും വിശ്വസിച്ചില്ലെങ്കിൽ പോലും യേശു അത്ഭുതം. കാരണം വെച്ചാൽ യേശു ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, ഇത് പിതാവിൻ്റെ മഹത്വത്തിന് വേണ്ടിയാണെന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇവിടെ ഇവരുടെ വിശ്വാസം ഒരു ഫാക്ടറേ അല്ല. പക്ഷെങ്കിൽ ഈ വിശ്വാസം ഫാക്ടർ ആകുന്ന എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവർക്ക് ദൈവത്തിൻ്റെ മഹത്വം കാണണമെന്നുണ്ടെങ്കിൽ, ഇവർക്ക് ആ റെവലേഷൻ പ്രാപിക്കണമെന്നുണ്ടെങ്കിൽ ഇവർ ദൈവത്തിൽ വിശ്വസിച്ചേ പറ്റത്തുള്ളൂ. മനസ്സിലാവുന്നുണ്ട്? ഞാൻ അർത്ഥം മനസ്സിലാവുന്നുള്ളൂ. ഇവരുടെ വിശ്വാസം അവർക്ക് ആവശ്യമുള്ള കാര്യം, അല്ലെങ്കിൽ യേശുവിൻ്റെ സൗഖ്യത്തിന് ആവശ്യമുള്ള കാര്യമല്ല. പക്ഷെങ്കിൽ ഇവർ ദൈവത്തിൻ്റെ ക്യാരക്ടർ റിവീൽ ആകുമ്പോൾ അതിനെ മനസ്സിലാകുവാൻ തക്കവണ്ണം ഇവർ യേശുവിൽ വിശ്വസിക്കേണ്ടത് ആവശ്യമായിരുന്നു. സോ അതല്ല ഇവിടെ ഗ്ലോറി എന്ന് പറഞ്ഞ വാക്ക് റെവലേഷൻ ഓഫ് ഗോഡ്സ് ക്യാരക്ടർ, പ്രസൻസ് ആൻഡ് പവർ ത്രൂ ജീസസ്. യേശുവിൻ്റെ ദൈവത്തിൻ്റെ സ്വഭാവവും സാന്നിധ്യവും അവൻ്റെ ശക്തിയും വെളിപ്പെടുത്തുക എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ അത് പ്രകടമാകുമ്പോൾ, കാരണം ഇതിൻ്റെ താഴോട്ട് വരുമ്പോൾ അതിൻ്റെ റെലവൻസ് ഉണ്ട്. ഇവർ വിശ്വസിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഇത് ദൈവത്തിൻ്റെ മഹത്വമായിരുന്നു റിവീൽഡ് ആയെന്ന് ഇവർക്ക് മനസ്സിലാകത്തില്ല. വിശ്വാസം ഇവർക്ക് ആവശ്യമായിരിക്കുന്നത് ദൈവത്തിൻ്റെ ഡീറ്റിയെ ഒന്നുകൂടെ ആഴമായി തിരിച്ചറിയാൻ വേണ്ടിയായിരുന്നു. മനസ്സിലായോ? ഈ ലാസർ ഉയർത്തെഴുന്നേറ്റിനേക്കാൾ അപ്പുറമായിട്ട് നമ്മളെപ്പോഴും അത്ഭുതത്തെ മാത്രമാണ് ഫോക്കസ് ചെയ്യുന്നത്. പക്ഷെ അത്ഭുതത്തെ മാത്രം ഫോക്കസ് ചെയ്യാതെ ഈ അത്ഭുതത്തിനകത്ത് മീതെ നടക്കുന്ന ഒരു അഷുറൻസ് ഓഫ് ദ ഡീറ്റി ഓഫ് ജീസസ് ക്രൈസ്റ്റ്. മനസ്സിലാവുന്നുണ്ടോ? അതായിരിക്കണം എപ്പോഴും നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്. ഏത് അത്ഭുതങ്ങൾ നോക്കുമ്പോഴും, കുരുടനെ സൗഖ്യമാക്കുമ്പോൾ, ചെകിടനെ സൗഖ്യമാക്കുമ്പോൾ, ഓരോന്ന് നോക്കുമ്പോഴൊക്കെ എപ്പോഴും സൗഖ്യമാക്കുമ്പോൾ അതിനകത്ത് ആ വ്യക്തി പേഴ്സണലി നടക്കുന്ന കാര്യം എന്താണ്? യേശുവിനെ ദൈവമായിട്ട് അംഗീകരിക്കുകയാണ്. ഒരു മനുഷ്യനെ സൗഖ്യമാക്കി, ഒരു പ്രവാചകനെ സൗഖ്യമാക്കി, അവൻ മിശിഹയാണെന്ന് ഞാൻ തിരിച്ചറിയുന്നു. സോ ഇത് ഒന്നുകൂടെ ഊട്ടി ഉറപ്പിക്കുന്നതാണ് അത്ഭുതങ്ങൾ. അത്ഭുതങ്ങൾ നടക്കുന്നോ നടക്കാത്ത രണ്ടാമത്തെ കാര്യം. പക്ഷേ ഇതിനകത്തൊരു ദൈവപ്രവൃത്തി എന്ന് പറയുന്നത്, ശരിക്കുമുള്ള ദൈവപ്രവൃത്തി, ഒരു മനുഷ്യൻ്റെ ഉള്ളിൽ യേശുക്രിസ്തു ദൈവമെന്ന് മനസ്സിലാകുന്നതാണ് ഏറ്റവും വലിയ അത്ഭുതം. മനസ്സിലായോ? ലാസർ ഉയർക്കുന്നത് സെക്കൻഡറിയേ ഉള്ളൂ. പ്രൈമറി റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കൂടി നിൽക്കുന്ന ഏവരുടെയും ഉള്ളിൽ യേശുക്രിസ്തു ദൈവമെന്ന് എൻഗ്രേവ്ഡ് ആകണം, ആഴമായി പതിയപ്പെടണം. അതാണ് ശരിക്കും പറഞ്ഞാൽ അത്ഭുതങ്ങളുടെയൊക്കെ. ഇപ്പം 2-ാമത്തെ അധ്യായം, യോഹന്നാന്റെ സുവിശേഷം 2-ാമത്തെ അധ്യായത്തിനകത്തേക്ക് യേശു അത്ഭുതം പ്രവർത്തിക്കുന്നത് എന്തുവാണ്? കാനാവിലെ കല്യാണത്തിന് വെള്ളം തൻ്റെ അത്ഭുതങ്ങളുടെ ആരംഭമായിട്ട് അവൻ അത് ചെയ്തു എന്നാണ് പറയുന്നത്. പക്ഷേ അത്ഭുതമല്ല അവിടുത്തെ ഇമ്പോർട്ടൻ്റ് കാര്യം. പകരം അവന് പ്രകൃതിയുടെ മേലുള്ള അധികാരത്തെ, അവൻ ദൈവമാണെന്നുള്ളതിൻ്റെ ഒരു എസ്റ്റാബ്ലിഷ്മെൻ്റ് ആയിരുന്നു അവിടെ നടക്കുവാൻ തക്കോണം ഇടയായിത്തീരുന്നത്. അതുപോലെ തന്നെ മറ്റ് പല അത്ഭുതങ്ങൾ നോക്കുമ്പോഴും എവിഡൻസ് എന്ന് പറയുന്നത് ദ ഡീറ്റി ഓഫ് ക്രൈസ്റ്റ് ഈസ് ബീയിങ് എൻഗ്രേവ്ഡ് ഡീപ്ലി ഇൻ ടു ദ ഹാർട്ട്സ് ഓഫ് ദി പീപ്പിൾ. നമ്മളെപ്പോഴും അത്ഭുതങ്ങൾ നടക്കണം, വി നീഡ് മിറക്കിൾസ്. പക്ഷേ മിറക്കിൾസിനേക്കാളും അപ്പുറമായിട്ട് അതിനകത്ത് വ്യാപരിക്കുന്ന ദൈവശക്തിയാണോ അല്ലയോ എന്നുള്ള കാര്യം നമ്മൾ ഡിസേൺ ചെയ്യണം. മനസ്സിലാവുന്നുണ്ടോ? പല അത്ഭുതങ്ങളും പിശാചിനും ചെയ്യാൻ പറ്റും. ഞാനൊരു ഇൻവേർട്ടഡ് കോമയ്ക്കകത്താണ് അത് ഇടുന്നത്. അത്ഭുതങ്ങൾ പിശാചിനും കാണിക്കാൻ, ഫേക്ക് ചെയ്യാനായിട്ടും പറ്റും.
പക്ഷേ ഈ ഫേക്ക് ചെയ്യുമ്പോഴും എന്തുകൊണ്ടാണ് നമുക്കറിയാം, ബേൽസെബൂലിനെ കൊണ്ട് അവൻ പുറത്താക്കുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. നമുക്കറിയാം നാട്ടിലൊക്കെ ഭൂതം ഇറക്കാൻ വേണ്ടിയായിട്ട് അതിനേക്കാളും വലിയ ഭൂതത്തെ ഈ മന്ത്രവാദം ചെയ്യുന്ന ആൾക്കാരൊക്കെ അങ്ങനെ ചെയ്യുന്ന കണ്ടില്ലേ. അവർ വേറെ ഒന്നും കിട്ടുന്നില്ലായിരുന്നു. ലാസ്റ്റിൽ ഞങ്ങൾ എവിടെ പോയി, മുസ്ലിം അതിൻ്റെ വേറൊരു വാക്ക് പറയല്ലോ, മേത്തൻ്റെ അടുത്ത് പോയിട്ട് അങ്ങനെ പറഞ്ഞേ, മേത്തൻ്റെ അടുത്ത് പോയി മേത്തൻ പ്രാർത്ഥിച്ചെന്നല്ല പറഞ്ഞത്. അവർ ഓതി കഴിഞ്ഞപ്പോഴത്തേക്കിന് സൗഖ്യമായെന്നൊക്കെ ഇതും വെച്ചുകൊണ്ട് ചർച്ചയിൽ വന്നിരിക്കുന്ന ആൾക്കാരും ഉണ്ട്. അപ്പം അവിടെ പോയി പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ സൗഖ്യമായി. എന്താ ഈ സൗഖ്യം? ഇടത്തൂടുള്ള പരിപാടി, നമ്മുടെ നാട്ടിൽ പറഞ്ഞത് ഇടത്തൂടുള്ള പരിപാടിയിലാണ് ഈ സൗഖ്യം നടന്നത്. ശരിക്കും പറഞ്ഞാൽ ഒരു ആത്മീകൻ്റെ രീതിയിൽ നോക്കുമ്പോൾ അവനൊരു ഇൻഫോർമിറ്റി ഉണ്ടെങ്കിൽ പോലും അവനെ ആ ഇൻഫോർമിറ്റിയിൽ താങ്ങി നടത്തുന്ന അവൻ്റെ സാന്നിധ്യം ഉണ്ടെങ്കിൽ അതാണ് ഇമ്പോർട്ടൻ്റ് കാര്യം. അല്ലെങ്കിൽ പൗലോസൊക്കെ വെറും വേസ്റ്റ് ലൈഫാണ് നയിച്ചിരുന്നത്. ഞാൻ പറഞ്ഞാൽ മനസ്സിലായോ? കാരണം പൗലോസിൻ്റെ ശരീരത്തിലൊരു പ്രയാസം ഉണ്ടായിരുന്നു. അപ്പോൾ പറയുന്നുണ്ട്, കാര്യം എൻ്റെ കൃപ നിനക്ക് മതി. അത്ഭുതങ്ങളല്ല ഇമ്പോർട്ടൻ്റ് കാര്യം. അത്ഭുതങ്ങൾ നടന്നില്ലെങ്കിൽ പോലും അവിടെ ആ വ്യക്തിയുടെ ഉള്ളിൽ, സമൂഹത്തിൻ്റെ ഉള്ളിൽ യേശുക്രിസ്തുവിൻ്റെ ദൈവത്വം വെളിപ്പെടത്തക്ക രീതിയിൽ ഒരു മാർമിക പ്രാധാന്യമുള്ള ഒരു വെളിപ്പാട്, റെവലേഷൻ ആയിരിക്കണം ദൈവമഹത്വം. അതാണ് ശരിക്കും പറഞ്ഞാൽ, മനസ്സിലാകുന്നുണ്ടോ? ദൈവമഹത്വം വിശ്വസിച്ചാൽ കാണുമെന്ന് പറയുമ്പോൾ, മാർത്തേ, മറിയേ, നിന്റെ ഉള്ളില് യേശുക്രിസ്തു പുനരുദ്ധാനവും ജീവനും എന്നുള്ളത് ഒന്നുകൂടെ ആഴമായി എൻഗ്രേവ്ഡ് ആകുകയാണ്. മനസ്സിലായോ? ഭയങ്കര ഡീപ്പറായിട്ടുള്ളൊരു തോട്ട് പ്രോസസ്സാണ്. യേശു വിശ്വസിച്ചാൽ ദൈവത്തിൻ്റെ മഹത്വം കാണുമെന്ന് പറയുമ്പോൾ ഒറ്റ വാക്കിനകത്ത് പറയാൻ തക്കോണം ഇടയായിത്തീർന്നതാണ്. സോ വേഴ്സ് 41 and 42 വരുമ്പോൾ യേശു മേലോട്ട് നോക്കി, പിതാവേ, നീ എൻ്റെ അപേക്ഷ കേട്ടതിനാൽ ഞാൻ നിന്നെ വാഴ്ത്തുന്നു. നീ എപ്പോഴും എൻ്റെ അപേക്ഷ കേൾക്കുന്നുവെന്ന് ഞാൻ അറിഞ്ഞിരിക്കുന്നു. എങ്കിലും നീ എന്നെ അയച്ചു എന്ന് ചുറ്റും നിൽക്കുന്ന പുരുഷാരം വിശ്വസിക്കേണ്ടതിന് അവരുടെ നിമിത്തം ഞാൻ പറയുന്നു എന്ന് പറഞ്ഞു. യേശുവിന് അവിടെ ഇത്രയും പ്രാർത്ഥനകളൊന്നും പ്രാർത്ഥിക്കേണ്ട ആവശ്യമൊന്നും ഇല്ല. ജസ്റ്റ് പറഞ്ഞാൽ മതി, ലാസറേ മോനെ പുറത്തു വാടാ എന്ന് പറഞ്ഞാൽ ലാസറേ പുറത്ത് വന്നേ. പക്ഷെ അവിടെ പറഞ്ഞൊരു വാക്യമുണ്ട്, നീ എൻ്റെ അപേക്ഷ കേട്ടതിനാൽ ഞാൻ നിന്നെ വാഴ്ത്തുന്നു. സോ ഹി ഓൾറെഡി പ്രേഡ് ഫോർ ഇറ്റ്. മനസ്സിലാവുന്നുണ്ടോ? ഹി ഓൾറെഡി പ്രേഡ് ഫോർ ഇറ്റ്. യേശു 4 ദിവസം ഉപവസിച്ച് പ്രാർത്ഥിക്കാൻ ഞാൻ പറയത്തില്ല. യേശുവിന് ആ ഒരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നത് കൊണ്ടാണ് യേശു വളരെ കൂളായിട്ട് വന്നിട്ട് മാർത്തയോടും മറിയോടും സംസാരിക്കുന്നത്. അടുത്ത ശേഷം വാക്യം എന്താണ്? നീ എപ്പോഴും എൻ്റെ അപേക്ഷ കേൾക്കുന്നു എന്ന് ഞാൻ അറിഞ്ഞിരിക്കുന്നു. അപ്പോൾ ഇറ്റ് മീൻസ് എൻ്റെ അപേക്ഷ കേൾക്കുന്നു എന്നതിനേക്കാൾ അപ്പുറമായിട്ട് തൻ്റെ ഇഷ്ടങ്ങൾ പിതാവിൻ്റെ ഹിതത്തിന് സമർപ്പിച്ച യേശു എന്നുള്ള കാര്യമാണ് കുറച്ചുകൂടെ മീനിങ് ഉണ്ടാകുന്നത്. നമ്മൾ മനസ്സിലായോ? അതായത് പിതാവ് പറയാതെ ഞാനൊരു കാര്യം ചെയ്യുകയില്ലെന്ന് യേശു പല ഭാഗങ്ങളിൽ പറയുന്നുണ്ട്, അല്ലേ? അപ്പോൾ ഈ പിതാവിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് കർത്താവേ, പിതാവേ, നീ ഓൾറെഡി യു ഡൺ ഇറ്റ് ആൻഡ് ഐ ആം ജസ്റ്റ് എ മെസ്സഞ്ചർ ടു ക്യാരി ഇറ്റ്. അതല്ലെങ്കിൽ യേശു അങ്ങോട്ട് പറയുകയല്ല, ഞാൻ സൗഖ്യമാക്കാൻ പോവുക, ഞാൻ ലാസറിനെ പുറത്താക്കുക, അങ്ങനല്ല. പിതാവിൻ്റെ ഇഷ്ടമായിരുന്നു പുത്രൻ്റെ പുത്രത്വം, ദൈവത്വം റിവീലാക്കുക എന്നുള്ളത് പിതാവിൻ്റെ ഇഷ്ടമായിരുന്നു. മനസ്സിലാവുന്നുണ്ടോ? മനസ്സിലാവുന്നുണ്ടോ? അത് റിവീലാക്കാൻ വേണ്ടി ലാസർ ഒരു ഉപാധി മാത്രമായി മാറി. കണക്റ്റ് ആവുന്നുണ്ടോ? ഓക്കെ. സോ അതുകൊണ്ടാണ് യേശു ഇവിടെ ഇത്രയും പ്രാർത്ഥിക്കുന്നത്. നീ എപ്പോഴും എൻ്റെ അപേക്ഷ കേൾക്കുന്നു എന്ന് ഞാൻ, എങ്കിലും നീ എന്നെ അയച്ചു എന്ന്. അതായത് വീണ്ടും പറയുകയാണ്, കർത്താവേ, പിതാവേ, എൻ്റെ ഡീറ്റി ഈ നിൽക്കുന്ന ജനം മനസ്സിലാകുവാൻ വേണ്ടി ചുറ്റും നിൽക്കുന്ന പുരുഷാരം വിശ്വസിക്കേണ്ടതിന് അവരുടെ നിമിത്തം ഞാൻ പറയുന്നു. സോ യേശു ഒരിക്കലും പറയുകയല്ല മാർത്തയുടെയും മേരിയുടെയും സങ്കടം മാറ്റുവാൻ വേണ്ടി ഇവനെ ഉയർപ്പിക്കണമെന്നല്ല പറയുന്നത്. കർത്താവേ, പിതാവേ, എൻ്റെ ഡീറ്റി അല്ലെങ്കിൽ എന്നെ നീ അയച്ചു എന്നുള്ളത് ഞാൻ ത്രിയേകത്വത്തിൽ ഒരുവനാണെന്നുള്ള കാര്യം എൻ്റെ കൂടിയിരിക്കുന്ന വ്യക്തികൾ വിശ്വസിക്കേണ്ടതിന് ഞാൻ പറയുന്നു. മനസ്സിലാകുന്നുണ്ടോ? പിതാവിൻ്റെ ഇഷ്ടത്തിന് സബ്മിറ്റ് ചെയ്ത പുത്രനാണ്. ആ പുത്രൻ്റെ ഡീറ്റിയെ, ദൈവത്വത്തെ
റിവീൽ ചെയ്യുക എന്നുള്ളത് പിതാവിൻ്റെ കടമയാണ്. ഇത്രയും പറഞ്ഞ മനസ്സിലായോ? കോംപ്ലക്സ് ആയി പോയോ? ഇല്ല, വളരെ സിമ്പിളായിട്ടല്ലേ പോകുന്നത്. സോ അതുകൊണ്ടാണ് യേശു പറയുന്നത് ലാസറേ പുറത്തു വരിക. യേശു അങ്ങനെയൊന്നും പറയേണ്ട ആവശ്യമില്ലായിരുന്നു. കല്ല് മാറ്റേണ്ട കാര്യമില്ലായിരുന്നു. പുറമേ നിന്നുകൊണ്ട് ലാസറെ പുറത്തു വാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കല്ല് ഓട്ടോമാറ്റിക്കലി മാറി, ലാസറിന്റെ മേലുള്ള ചുറ്റെല്ലാം മാറി ലാസർ ജീവനുള്ളവനായി പുറത്തു വരാൻ പറ്റുമായിരുന്നു. പക്ഷെ യേശു അത് ചെയ്തില്ല. പക്ഷെങ്കിൽ തൻ്റെ പുനരുദ്ധാനത്തിൽ ക്രിസ്തുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ച അതുപോലെ അതെന്താണ് സംഭവിച്ചത്? കല്ലറകൾ പിളർന്നു. തന്നെ പൊതിഞ്ഞിരുന്ന ശീലകൾ സൈഡിൽ മാറ്റിവെച്ചു. ഇറ്റ് ഈസ് ഫിനിഷ്ഡ് എന്ന് പറഞ്ഞപ്പോൾ ഇതിലൂടെയായിരുന്നു അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നതൊക്കെ. നമുക്ക് അതിലൊക്കെ പിന്നത്തേതിൽ വരാം. പക്ഷെ ഞാൻ ഇതൊന്ന് കണക്ട് ചെയ്ത് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. സോ യേശു പറയാണ്, പുറത്ത് നിന്നിട്ട് പറയാണ്, ലാസറേ പുറത്തു വരിക. മരിച്ചവൻ പുറത്തു വന്നു. ആ വാക്യം ഒന്ന് വായിക്കാമോ? 44 വാക്യം. ലാസറെ പുറത്തു വരിക എന്ന് ഉറക്കെ വിളിച്ചു. മരിച്ചവൻ പുറത്തു വന്നു. അവന്റെ കാലും കൈയും ശീല കൊണ്ട് കെട്ടിയും മുഖം റൂമാൽ കൊണ്ട് മൂടിയും ഇരുന്നു. അവന്റെ കെട്ടഴിപ്പൻ അവൻ പോകട്ടെ എന്ന് യേശു അവരോട് പറഞ്ഞു. യെസ്, ഓക്കെ. ഇവിടെ യേശു ഇങ്ങനെ പറഞ്ഞിട്ട് അവൻ ഉറക്ക വിളിച്ചു പറഞ്ഞു. സോ ഇവൻ അലറി പറഞ്ഞു, അല്ലെങ്കിൽ ജനം കേൾക്കെ ഉച്ചത്തിൽ പറഞ്ഞു എന്നാണ് അതിൻ്റെ അർത്ഥം. ശരിക്കും പറഞ്ഞാൽ ലാസർ ഉയർത്തെഴുന്നേൽക്കുകയായിരുന്നുവോ ലാസർ പുനർജീവിക്കുകയായിരുന്നോ? റിസറക്ഷൻ ആയിരുന്നോ റിസസിറ്റേഷൻ ആയിരുന്നോ നടന്നത്? ഉയർപ്പാണോ നടന്നത്? റിസസിറ്റേഷൻ അതാണോ നടന്നത്? പുനരുദ്ധാനം 2 പുനർജീവൻ. ഇതിലേതാ ഇവിടെ സംഭവിച്ചത്? പുനർജീവനാണ് സംഭവിച്ചത്. ഞാൻ എൻ്റെ ഡിഫറൻസ് ഞാൻ പറയാം. നമ്മൾ പറയുന്നത് ഉയർപ്പെന്നാണ് പറയുന്നത്. ലാസർ പക്ഷേ ഉയർക്കുകയല്ലായിരുന്നു. 2 കാര്യങ്ങളാണ്. ഒന്ന് റിസസിറ്റേഷൻ എന്ന് പറയുമ്പോൾ, പുനർജീവനം എന്ന് പറയുമ്പോൾ ഒരു ടെമ്പററി റിട്ടേൺ ആണ്. ടെമ്പററി റിട്ടേൺ ടു ലൈഫാണ് റിസസിറ്റേഷൻ. നമ്മൾ ICUലൊക്കെ വർക്ക് ചെയ്യുന്നവർക്കറിയാം, ചില പേഷ്യൻസിന് DNR ആണെന്ന് പറയും, ഡു നോട്ട് റിസസിറ്റേറ്റ്. എന്ന് വെച്ചാൽ ഇവരുടെ പൾസ് താഴെ പോയാലും ഇവരുടെ വൈറ്റൽസ് ക്രാഷ് ചെയ്താലും ഇവരെ തിരിച്ച് ജീവിപ്പിക്കുവാൻ വേണ്ടി ശ്രമിക്കരുത്. DNR ഉള്ളൊരു പേഷ്യൻറ്റിനെ നമ്മൾ റിസസിറ്റേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഭയങ്കര വിഷയമാണ് ഇവിടെ. DNR ഉള്ള പേഷ്യനെ ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര സീനാണ്. സോ ഈ റിസസിറ്റേഷൻ എന്ന് പറയുമ്പോൾ പുനർജീവിപ്പിക്കുക എന്നുള്ള വാക്കാണ്. സോ അതിൻ്റെ ഡെഫിനിഷൻ എങ്ങനെയാണ്? ദ ആക്ട് ഓഫ് റിട്ടേണിങ് എ പേഴ്സൺ ഫ്രം ഡെത്ത് ടു ലൈഫ് ടെമ്പററിലി വിത്ത് ദ എക്സ്പെക്ടേഷൻ ദാറ്റ് ദേ വിൽ ഇവഞ്ച്വലി ഡൈ അഗെയിൻ. അവർക്ക് ജീവൻ വന്നു, പക്ഷെ ഇവഞ്ച്വലി ദേ വിൽ ഡൈ. നമ്മൾ ICUവിനകത്ത് പേഷ്യൻറ്റിനെ റിസസിറ്റേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പം ഒരു 4 ദിവസം കൂടെ ജീവിക്കുമായിരിക്കാം, അല്ലെങ്കിൽ 1 ദിവസമായിട്ട് ജീവിക്കുമായിരിക്കും. അതിനുശേഷം വീണ്ടും എന്ത് ചെയ്യും? മരിക്കും. സോ ലാസർ, ഈ ഒരു അർത്ഥം ഉദാഹരണം വെച്ച് പറയുകയാണെങ്കിൽ ലാസർ പുനർജീവിക്കുകയായിരുന്നു. അവൻ പിന്നത്തേത് മരിക്കുവാൻ തക്കോണം ഇടയായി തീർന്നു. വേറെ എക്സാമ്പിൾസ് ഉണ്ട്. യായിറോസിൻ്റെ മകളെ യേശു ഉയർപ്പിച്ചു. നയീനിലെ വിധവയുടെ മകനെ യേശു ഉയർപ്പിച്ചു. അതെല്ലാം ടെമ്പററി ആയിരുന്നു. അതല്ലായതുണ്ടെങ്കിൽ ഇന്ന് നയീനിലെ വിധവയുടെ മോനെ കാണാൻ വേണ്ടിയായിട്ട് യെരുശലേമിലും ഒക്കെ പോയി, നയീനിലൊക്കെ പോയി ആൾക്കാർ ഇരുന്നേനെ, സെൽഫിയൊക്കെ എടുത്ത് റീലൊക്കെ ഇട്ട് ആൾക്കാർ വൈറലായതിനെ. പക്ഷേ അതല്ല ശരിക്കും പറഞ്ഞാൽ നടന്നത്. സോ ലാസറെ പുറത്തു വരിക എന്ന് പറയുമ്പോൾ അവൻ ഉയർത്തവൻ അജീവനുള്ളവനായി പുറത്തു വന്നു. ബട്ട് സ്റ്റിൽ ഹി വാസ് ബൗണ്ട് ഇൻ ദി ബറിയൽ ക്ലോത്ത്സ്. സോ അവൻ സ്റ്റിൽ മോർട്ടലായിരുന്നു. അവൻ മനുഷ്യനായിട്ട് തന്നെയാണ് പുറത്ത് വരുന്നത്. യേശുവിൻ്റെ ഉയർപ്പ് ഒന്ന് ജസ്റ്റ് ഒന്ന് ക്ലാരിറ്റി ഒന്ന് ചിന്തിച്ച് നോക്കിയേ. യേശുവിൻ്റെ ഉയർപ്പിനകത്ത് യേശു എങ്ങനെയാണ് ഉയർത്തെഴുന്നേറ്റത്? തേജസ്സിലാണ്. അപ്പോൾ അവനെ പുറത്തുനിന്ന് ശിഷ്യന്മാർ എന്നിട്ട് കട്ട് ചെയ്തിട്ട് അൺറാപ്പ് ചെയ്തിട്ടല്ല യേശുവിനെ പുറത്ത് കൊണ്ടുവന്നത്. അവൻ ഇമ്മോർട്ടലായിട്ടാണ് അവൻ ഉയർത്തെഴുന്നേൽക്കും എന്തൊക്കെയാണോ ഇടിയത്. 2 കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാകുന്നുണ്ടല്ലോ. പിന്നെ അവൻ മറ്റൊരു മനുഷ്യനെ പോലെ ലാസർ മരിച്ചു. റിസറക്ഷൻ എന്ന് പറയുമ്പോൾ
ഈ ഞാനിപ്പം തന്നെ അതിൻ്റെ അർത്ഥം പറഞ്ഞു ഓൾറെഡി. റിസറക്ഷൻ എന്ന് പറയുമ്പോൾ പെർമനൻ്റ് ആണ്, അത് ഗ്ലോറിഫൈഡ് ലൈഫാണ് അല്ലെങ്കിൽ ബോഡിയാണ്. ഇപ്പം കോൺകറിങ് ഡെത്ത്, പെർമനൻ്റ്ലി, റിസീവിങ് ഗ്ലോറിഫൈഡ് ആൻഡ് ഇമ്മോർട്ടൽ ലൈഫ്, ഈ 3 കാര്യങ്ങളാണ് അവിടെ ഉണ്ടാകുന്നത്. ഒറ്റ ഒരാളേ ഉള്ളൂ അത് ചെയ്തത്, അത് യേശു ക്രിസ്തു മാത്രമേ ഉള്ളൂ. യോഹന്നാൻ സുവിശേഷം 20-ലൊക്കെയാണ് നാം വരുന്നത്. ആൻഡ് നമുക്കറിയാം കൊരിന്ത്യർ ലേഖനത്തിൽ ഒരു വാക്യമുണ്ട്, അവൻ ഉയർത്തെഴുന്നേറ്റലും അല്ലെങ്കിൽ പുനരുത്ഥാനം പ്രാപിച്ചവർ ആദ്യം, അങ്ങനെയല്ല, ഉയർത്തെഴുന്നേറ്റവരിൽ ആദിജാതൻ എന്നൊരു ഫസ്റ്റ് ഫ്രൂട്ട് ഓഫ് ദോസ് ഹു ഹാവ് ഫോളൻ അസ്ലീപ് എന്നൊരു വാക്ക് നാം 1 കൊരിന്ത്യർ 15 ഫ്ലെക്സിബിൾ വാക്യം വായിക്കാമോ? 1 കൊരിന്ത്യർ 15-20 വാക്യം. എന്നാൽ ക്രിസ്തു നിദ്രിച്ചവരിൽ പ്രതിഫലമായി മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. ഓക്കെ, അവിടെ ഉയർത്തെഴുന്നേറ്റു എന്നാണ് പറയുന്നത്. പക്ഷെങ്കിൽ അവൻ ഇമ്മോർട്ടൽ ബോഡി പ്രാപിച്ച ഉയർത്തെഴുന്നേൽപ്പ്, പെർമനൻ്റ്ലി, ഇനി മരണമില്ലാത്ത രീതിയിൽ ഉയർത്തെഴുന്നേൽപ്പ് പ്രാപിച്ചവനായ ക്രിസ്തു നമ്മളുടെ ജ്യേഷ്ഠ സഹോദരനായിട്ട് നിൽക്കുകയാണ്. നമ്മൾ താഴേക്ക് വരുമ്പോൾ കൊരിന്ത്യ ലേഖനം 15-42 മുതൽ 44 വാക്യം വരുമ്പോഴത്തേക്കിന് അവിടെ പൗലോസ് പറയുന്നത് വിശ്വാസികളുടെ ഉയർപ്പിനെ പറ്റിയാണ് പറയുന്നത്. ഫ്ലെക്സി ഭാഗത്ത് വായിക്കാൻ പറ്റുമോ? മരിച്ചവരുടെ പുനരുത്ഥാനവും ദ്രവത്വത്തിൽ വിതയ്ക്കപ്പെടുന്നു, ഉയർത്തുന്നു. അപമാനത്തിൽ വിതയ്ക്കപ്പെടുന്നു, തേജസ്സിൽ ഉയർത്തുന്നു. ബലഹീനതയിൽ വിതയ്ക്കപ്പെടുന്നു, ശക്തിയിൽ ഉയർത്തുന്നു. പ്രാകൃത ശരീരം വിതയ്ക്കപ്പെടുന്നു, ആത്മീക ശരീരം ഉയർത്തുന്നു. പ്രാകൃത ശരീരം ഉണ്ടെങ്കിൽ ആത്മീക ശരീരവുമുണ്ട്. ഓക്കെ, ഫിലിപ്പിയ ലേഖനം 3:21 കാണുന്നു, അവൻ സകലവും തനിക്ക് കീഴ്പ്പെടുത്തുവാൻ കഴിയുന്ന തൻ്റെ വ്യാപാര ശക്തി കൊണ്ട് നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ അവൻ്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമായി രൂപാന്തരപ്പെടുത്തും. മനസ്സിലാവുന്നുണ്ടോ? സോ ലാസറിൻ്റെ ഉയർപ്പെന്ന് പറയുന്നത് അതൊരു പുനർജീവനമായിരുന്നു, ഒരിക്കലും റിസറക്ഷൻ അല്ല. ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? നിങ്ങൾ കൂടെ ഉണ്ടാകണേ. അപ്പം ഈ ഉയർപ്പ് നാം പ്രാപിക്കേണ്ടത് ഏതാ? രണ്ടാമത്തെ റിസറക്ഷൻ പ്രാപിക്കേണ്ടത് നമ്മളെ വളരെ ആവശ്യം. ഇതിൻ്റെ കൂട്ടത്തിൽ ഞാൻ ചിന്തിച്ച കാര്യമല്ല, എങ്കിലും ഞാനൊന്ന് ആഡ് ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. നമുക്കറിയാം യെശയ്യാ പ്രവചനത്തിനകത്തൊരു വാക്യമുണ്ട്, അവൻ്റെ അടിപ്പിണരുകളാൽ സൗഖ്യം വന്നിരിക്കുന്നു. ശരിക്കും പറഞ്ഞാൽ അവിടെ പറയുന്ന സൗഖ്യം എന്ന് പറയുന്ന വാക്കിൻ്റെ റിയൽ മീനിങ് എന്ന് പറയുന്നത് രോഗം ഇല്ലാത്ത അവസ്ഥയെന്നാണ് പറയുന്നത്. നമ്മൾ ഈ വാക്യമൊക്കെ എടുത്തിട്ട് നമ്മൾ പ്രാർത്ഥിക്കുന്ന ഒരു വാക്യമാണ്, പക്ഷെ അതല്ല അവിടുത്തെ റിയൽ മീനിങ്. അതിൻ്റെ റിയൽ അർത്ഥം എന്ന് പറയുന്നത് താഴ്ചയുള്ള ശരീരം മഹത്വമുള്ള ശരീരമാകുവാൻ തക്കോണം അവൻ്റെ അടിപ്പിണരുകളാൽ സൗഖ്യം എന്ന് പറയുമ്പോൾ അടിപ്പിണരുകളാൽ പോലും നമ്മെ താഴ്ചയുള്ള ശരീരത്തെ അവൻ്റെ മഹത്വമുള്ള ശരീരമാക്കുവാൻ തക്കോണം, രൂപാന്തരപ്പെടുത്തുവാൻ തക്കോണം അവൻ അതിനെ മാറ്റിയെന്നാണ്. അതല്ലെങ്കിൽ അവൻ്റെ കഷ്ടാനുഭവങ്ങൾ പോലും, കുറിച്ച മരണം മാത്രമല്ല കഷ്ടാനുഭവങ്ങൾ പോലും ഏതാണ്? നമ്മെ ഉയർപ്പിക്കുമ്പോൾ അവൻ്റെ ശരീരം പ്രാപിക്കുവാൻ അല്ലെങ്കിൽ അവൻ്റെ മഹത്വം പ്രാപിക്കുവാൻ വേണ്ടി ഉള്ളതായിരുന്നു എന്നുള്ളതാണ് പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അതല്ലെന്നുണ്ടെങ്കിൽ യേശുവിനെ വെറുതെ കൊണ്ടുപോയിട്ട് തട്ടിക്കളഞ്ഞ് കയ്യെ കഴുകി, പീലാത്തോസ് കൈയൊക്കെ കഴുകിയിട്ട് ക്രൂശിക്കുക എന്ന് പറഞ്ഞ് നേരെ കൊണ്ടുപോയിട്ട് അങ്ങ് ക്രൂശിച്ചാൽ പോരായിരുന്നോ? മറ്റ് 2 കള്ളന്മാരുടെ സൈഡിൽ അവന്മാർ ഇത്രയോ ഒന്നും അടിച്ചിട്ടോ ഉപദ്രവിച്ചിട്ടോ പീഡിപ്പിച്ചിട്ടോ ഇല്ല. യേശുവിനെ ജസ്റ്റ് കൊണ്ട് ക്രൂശിച്ചാൽ പോരായിരുന്നോ? പക്ഷേ യേശുവിനെ ക്രൂശിക്കുമ്പോൾ എന്താ? അവൻ കണ്ടാൽ ആളറിയാത്ത വണ്ണമായി തീർന്നു. അപ്പം ഇതെല്ലാം ഈ കഷ്ടാനുഭവം എന്ന് പറയുന്നത് നമ്മൾ കർത്തൃവേഷം വരുമ്പോൾ മാത്രമല്ല ചിന്തിക്കേണ്ടത്, ഈ കഷ്ടാനുഭവത്തിലൂടെയാണ് ശരിക്കും പറഞ്ഞാൽ ഈ പുനരുദ്ധാനത്തിൻ്റെ ശക്തിയിലേക്ക് നാം വരുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ക്രൂശീകരണത്തിനകത്ത് മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് അത് മാത്രമല്ല പുനരുദ്ധാനത്തിൻ്റെ ഭാഗം. പുനരുദ്ധാനവും ജീവൻ എന്ന് പറയുമ്പോൾ ഇത് ഇത്രയും കാര്യങ്ങൾ സ്പാൻഡായിട്ടുള്ള ഒരു കാര്യമാണ്. മനസ്സിലാവുന്നുണ്ടോ? നിങ്ങൾ ക്രൂശീകരണത്തെ പറ്റിയൊക്കെ ഇങ്ങനെയൊക്കെ ചിന്തിക്കണം. ക്രൂശീകരണത്തിൻ്റെ ആ ഡെപ്തിലേക്ക് നിങ്ങളൊന്ന് ചിന്തിച്ച് ഇന്ന് നിങ്ങൾ പോയിട്ട് യേശയ്യാ പ്രവചനവും മത്തായി സുവിശേഷത്തിൻ്റെ അവസാന ഭാഗങ്ങളിൽ ക്രൂശീകരണം, യോഹന്നാൻ സുവിശേഷം അവസാന ഭാഗങ്ങളൊക്കെ ക്രൂശീകരണത്തെ പറ്റിയൊക്കെ നിങ്ങളൊന്ന് വായിക്കാൻ പറ്റുമെങ്കിൽ ഒന്ന് വായിക്കണം. ബിക്കോസ് കർത്താവിൻ്റെ ക്രൂശ് മരണം എന്ന് പറയുന്നത് ഭയങ്കര ഡെപ്തായിട്ടുള്ളൊരു കാര്യമായിരുന്നു. യോഹന്നാൻ സുവിശേഷം 11-ാമത്തെ അധ്യായം യേശുക്രിസ്തുവിൻ്റെ ക്രൂശീകരണത്തിനും കഷ്ടാനുഭവത്തിനും അല്ലെങ്കിൽ അവൻ്റെ പുനരുദ്ധാനത്തിനും ഒരു ഡ്രസ് റിഹേഴ്സലായിട്ട് ഇവിടെ നിൽക്കുകയാണ്. ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലാവുന്നതുകൊണ്ട് ഞാൻ വിശ്വസിക്കുകയാണ്. സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കണം തീർച്ചയായിട്ടും. ഇങ്ങനെ യേശു പറയുകയാണ്, അവനെ പുറത്തു കൊണ്ടുവന്നു, അവനോട് പറഞ്ഞു നിങ്ങൾ അവനെ ശീലകളൊക്കെ അഴിച്ച് വിടാൻ പറഞ്ഞു. ഇത് കണ്ടപ്പം അവിടെ 2 ടൈപ്പ് റിയാക്ഷൻസ് ആണ്
ഉണ്ടാകുന്നത്. മറിയയുടെ അടുക്കൽ വന്ന യഹൂദന്മാരിൽ പലരും അവൻ ചെയ്തത് കണ്ടിട്ട് അവനിൽ വിശ്വസിച്ചു. 2, എന്നാൽ ചിലർ പരീശന്മാരുടെ അടുക്കൽ പോയി യേശു ചെയ്തത് അവരോട് അറിയിച്ചു. 1 സംശയദൃഷ്ടിയോടെ നോക്കുന്നത്, രണ്ടാമത്തെ ആളുകൾ യേശുവിൻ്റെ ദൈവത്വത്തെ വിശ്വസിക്കുന്നു. യേശുവിൽ വിശ്വസിക്കുന്നു എന്ന് പറയുമ്പോൾ വെറുതെ അല്ല വിശ്വസിക്കുന്നത്, അവൻ വരുവാനുള്ള മിശിഹയാണെന്ന് വിശ്വസിച്ചു. ഞാൻ പറഞ്ഞ വേഗം മനസ്സിലാവുന്നുണ്ടോ? യേശുവിൽ വിശ്വസിച്ചു എന്ന് പറയുമ്പോൾ അവൻ മിശിഹയാണെന്നാണ് അവർ ശരിക്കും. യഹൂദന്മാർ വിശ്വസിച്ചു എന്ന് പറയുമ്പോൾ അവർ വാഗ്ദത്ത മിശിഹയ്ക്ക് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. അപ്പോൾ അവൻ ഈ ലാസറിനെ ഉയർപ്പിച്ചതിലൂടെ യേശു പറഞ്ഞ വാക്യമുണ്ട്, പുരുഷാരം വിശ്വസിക്കേണ്ടതിന്. പുരുഷാരം കൂടിയുന്ന ആളുകൾ യേശുവിൻ്റെ ദൈവത്വത്തിലാണ് വിശ്വസിച്ചത്. അപ്പം പെട്ടെന്ന് എന്ത് ചെയ്തു? മഹാദൂരന്മാരും പരീശന്മാരും സംഘം കൂടി പെട്ടെന്ന് അവർ കമ്മിറ്റിയൊക്കെ വിളിച്ചു കൂട്ടി. അപ്പം എന്നിട്ട് പറഞ്ഞു, ഈ മനുഷ്യൻ വളരെ അടയാളങ്ങൾ ചെയ്യുന്നുണ്ടല്ലോ, അങ്ങനെ ഇവനെ വിട്ടയച്ചാൽ എല്ലാവരും അവൻ വിശ്വസിക്കും. റോമാക്കാരും വന്ന് നമ്മുടെ സ്ഥലത്തെയും ജനത്തെയും എടുത്തു കളയുമെന്ന് പറഞ്ഞു. എന്തിനാണ് അങ്ങനെ ഒരു വാക്ക് അവിടെ പറഞ്ഞത്? കുറേ ആൾക്കാർ, അതായത് ഈ യഹൂദന്മാരുടെ ഇടയിൽ 2 ചേരി ഉണ്ടാകുകയും ആ ചേരി ഒരു വീക്ക്നെസ്സിന് കാരണമാകുകയും ആ വീക്ക്നെസ് കാരണം റോമാക്കാർ ഇവരെ ടേക്ക് ഓവർ ചെയ്യുകയും ചെയ്യും. മനസ്സിലായോ? അതായത് യുണൈറ്റഡ് വി സ്റ്റാൻഡ്, ഡിവൈഡഡ് വി ഫോൾ. ഒന്നിച്ച് നിന്ന് കഴിഞ്ഞാൽ റോമാക്കാർക്ക് ഞങ്ങളെ ടേക്ക് ഓവർ ചെയ്യാൻ ഒക്കത്തില്ല. പക്ഷേ യേശു എന്നൊരു വ്യക്തി വന്നു, കുറേ ആൾക്കാർ മാറിക്കഴിഞ്ഞാൽ 5 പേരുണ്ടായിരുന്നുണ്ടെങ്കിൽ 3 പേര് അവിടെ പോയി, 2 പേരേ ഉള്ളൂ ഇവിടെ. അപ്പോൾ റോമാക്കാർ 5 പേര് വന്നു കഴിഞ്ഞാൽ ഈ 2 പേരായി നിൽക്കുന്ന യഹൂദന്മാരെ പിടിച്ചടക്കുവാൻ ആ അർത്ഥത്തിലാണ് ഇവർ അവിടെ പറയാൻ തക്കോണം ഇടിയായി തീർന്നത്. അവരിൽ ഒരുത്തൻ, ആ സംവത്സരത്തെ മഹാപുരോഹിതനായി കയ്യഫാവ് തന്നെ, അവരോട് നിങ്ങളൊന്നും അറിയുന്നില്ല അവന് പറഞ്ഞു, ജനം മുഴുവനും നശിച്ചു പോകാതെ വേണം ഒരു മനുഷ്യൻ ജാതിക്ക് വേണ്ടി മരിക്കുന്നത് നന്ന് എന്ന് ആ വാക്യം വായിക്കാം. 50-51 വാക്യം വായിക്കാവോ? യെസ്. മനുഷ്യൻ ജാതിക്ക് വേണ്ടി മരിക്കുന്നത് നന്ന് എന്ന് ഓർക്കുന്നതുമില്ല എന്ന് പറഞ്ഞു. അവൻ ഇത് സ്വയമായി പറഞ്ഞതല്ല, താൻ ആ സംവത്സരത്തെ മഹാപുരോഹിതനാകിയാൽ ജനത്തിനു വേണ്ടി യേശു മരിപ്പാനിരിക്കുന്നു എന്ന് പ്രവചിച്ചതത്രേ. 53 കൂടെ വായിച്ചോ? ജനത്തിനു വേണ്ടി മാത്രമല്ല, ദൈവമക്കളെ ഒന്നായിട്ട് ചേർക്കേണ്ടതും തന്നെ. അന്നു മുതൽ അവർ അവനെ കൊല്ലുവാൻ ആലോചിച്ചു. ഓക്കെ, ശരിക്കും പറഞ്ഞാൽ കയ്യഫാവ് ലോജിക്കലിയാണ് ചിന്തിച്ചത്, മോറലി അല്ല ചിന്തിക്കുന്നത്. ലോജിക്കലായിട്ട് ചിന്തിക്കുകയാണ്. അപ്പം ഒരു സംഘം പുതിയതായിട്ട് വരുന്നു, ആ സംഘത്തിൻ്റെ ലീഡറിനെ വെട്ടിക്കഴിഞ്ഞാൽ ഇനി ഫോളോവേഴ്സ് ഒന്നും ഉണ്ടാകത്തില്ല. ഈ അടുത്ത ദിവസങ്ങളിൽ മരിച്ചൊരു വ്യക്തിയാണ് ചാർലി കിർക്കിനെ കൊന്നു കഴിഞ്ഞപ്പോഴത്തേക്കിന് ശരിക്കും പറഞ്ഞാൽ ഒത്തിരി ആളുകൾ സഭയിലേക്ക് വരാനായിട്ട് തുടങ്ങി. ശരിക്കും പറഞ്ഞാൽ ദൈവപ്രവൃത്തി അതാണ്. ശരിക്കും പറഞ്ഞാൽ ആൾക്കാർ ചിന്തിക്കുന്നത് ലോജിക്കലി ചിന്തിക്കും, ഇങ്ങനെയാണെങ്കിൽ ഔട്ട്കം ഇതായിരിക്കും. സോ പ്രോബബിലിറ്റി ആൻഡ് മാത്തമാറ്റിക്സ് ഒക്കെ വെച്ചിട്ടാണ് അവർ പറയുന്നത്, ഇതിങ്ങനെയാണെങ്കിൽ ഔട്ട്കം ഇത് തന്നെ ആയിരിക്കും എന്ന് പറയും. പക്ഷെങ്കിൽ ദൈവത്തിൻ്റെ പ്രവൃത്തി എപ്പോഴും ഡിഫറെൻ്റ് ആയിട്ടാണ് ഉണ്ടാകുന്നത്. അവർ പറയാണ്, ലോജിക്കലി പറയാണ്, ഇങ്ങനെയാണെങ്കിൽ ജനം എല്ലാം നശിച്ചു പോകുന്നതിന് മുമ്പായിട്ട് നമുക്ക് കുറച്ച് പേരെങ്കിലും തിരിച്ചു പിടിക്കാനായിട്ട് പറ്റും. പക്ഷെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു തോട്ട് പ്രോസസ്സ് പോലും ഉണ്ടായത് ഹി വാസ് പ്രോംപ്റ്റഡ് ബൈ ദി ഹോളി സ്പിരിറ്റ്. അവനൊരു ഇൻഡയറക്റ്റ് പ്രോഫസിയാണ്. ശരിക്കും പറഞ്ഞാൽ ലാസറിൻ്റെ അത്ഭുതം നടക്കുന്നത് ഒരു പാർട്ട് മാത്രമേ ഉള്ളൂ. ശരിക്കും പറഞ്ഞാൽ ആ ജാതിയെ മൊത്തം, യഹൂദന്മാർ മൊത്തം അടിത്തറ ഇളകിയെന്ന് വേണമെങ്കിൽ പറയാം. നമ്മൾ അത്ഭുതത്തിന് പുറകെ മാത്രമാണ് പോകുന്നത്. പക്ഷെ അത്ഭുതത്തിൻ്റെ മീതെ യേശുക്രിസ്തു ദൈവം എന്നുള്ളത് ജനഹൃദയങ്ങളിൽ ഒരു തരംഗം പോലെ പാസ് ചെയ്തപ്പോൾ കയ്യാഫാവിന് യേശുവിനെ ക്രൂശീകരണത്തിനകത്ത് വളരെ ഇമ്പോർട്ടൻ്റ് റോൾ വഹിച്ചൊരു വ്യക്തിയാണ് കയ്യാഫാവ്. അത് ശരിക്കും പറഞ്ഞാൽ പിശാച് പ്രോംപ്റ്റഡ് ആണെന്ന് പറയാൻ ഒക്കത്തില്ല. വാട്ട് ഹീ സെഡ് വാസ് പ്രോംപ്റ്റഡ് ബൈ ദി ഹോളി സ്പിരിറ്റ്. അവൻ്റെ ശരിക്കും അതായത് ബുദ്ധിയെ ദൈവം അങ്ങ് കെട്ടിയെന്ന് വേണമെങ്കിൽ പറയാം. അവനൊരു പ്രോഫസി അതാണ് പറയുന്നത്. അവൻ എന്ത് ചെയ്തു? ജനത്തിന് വേണ്ടി യേശു മരിക്കാൻ ഇച്ഛിക്കുന്നു പ്രവചിച്ചത് അത്രേ. സോ മോറിസ് എന്ന് പറഞ്ഞ ദേവദാസൻ പറഞ്ഞിങ്ങനെയാണ്, കയ്യഫാസ് വേർഡ്സ് ആർ നോട്ട് ബിഗ് ഇനഫ്, ജോൺ ഹാസ് എ വേൾഡ് വൈഡ് വിഷൻ. അതിൻ്റെ താഴത്തുള്ള വാക്യത്തിലേക്കാണ് വരുന്നത്. യേശുക്രിസ്തുവിൻ്റെ മരണത്തെ പറ്റി പറയുന്നത്. കയ്യഫാവിന് അറിയത്തില്ലായിരുന്നു
ഇവൻ ചെയ്യുന്ന ക്രൂശിക്കുവാൻ വേണ്ടി, അല്ലെങ്കിൽ മരിക്കുവാൻ വേണ്ടി, കൊല്ലുവാൻ വേണ്ടി ഇവനെ കൊട്ടേഷൻ കൊടുക്കുന്നത് അവനൊരു ലോജിക്കൽ ചെറിയൊരു ലെവലിൽ മാത്രമാണ് ചിന്തിച്ചത്. പക്ഷേ യോഹന്നാൻ പറയുന്നത് എന്താണ്? അതൊരു വാസ്റ്റായിട്ടുള്ള ലെവലാണ് പറയുന്നത്. അതുകൊണ്ടാണ് 54 വാക്യത്തിൽ വരുമ്പോൾ ചിതറിയിരിക്കുന്ന ദൈവമക്കൾ ഒന്നായി. കയ്യഫാവിൻ്റെ പ്രവചനമാണ് മുമ്പ് പറഞ്ഞത്, ജനത്തിന് വേണ്ടി മാത്രമല്ല. യോഹന്നാൻ പറയുകയാണ് യേശു മരിക്കാൻ വേണ്ടി പോകുന്നത് ജനത്തിന് വേണ്ടി മാത്രമല്ല, ചിതറിയിരിക്കുന്ന ദൈവമക്കളെ ഒന്നായി ചേർക്കേണ്ടതിനും അത്രേ. സോ പലപ്പോഴും ചില പ്ലോട്ടുകളൊക്കെ ദൈവം തന്നെ തിരിക്കുവാൻ തക്കോണം ഇടയായി തീരും. സോ the death of Jesus would also gather together in one the sheep of another fold. 10-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ എന്താണ്, 10:16 വരുമ്പോൾ നാം കാണുന്നൊരു വാക്യമുണ്ട്. നമ്മൾ ചിന്തിച്ചൊരു വേദഭാഗമായിരുന്നു. ഈ തൊഴുത്തിൽ ഉൾപ്പെടാത്ത വായിക്കാം ഫിക്സിമ. ഈ തൊഴുത്തിൽ ഉൾപ്പെടാത്ത വേറെ ആടുകൾ എനിക്കുണ്ട്. യെസ്, നടക്കേണ്ടതാകും. അവ എന്റെ ശബ്ദം കേൾക്കും. ഒരു ആട്ടിൻകൂട്ടം ഒരു ഇടയനുമാകും. ഓക്കെ, യേശു ക്രിസ്തു നല്ല ഇടയനായി. നിങ്ങൾ ഈ 2 വാക്യങ്ങളൊന്ന് കണക്ട് ചെയ്ത് ചിന്തിക്കണം. ചിതറിയിരിക്കുന്ന അനേക ആടുകൾ ഉണ്ട്. എന്നിലേക്ക് വരുവാൻ വേണ്ടി ഞാൻ ദൈവമെന്ന് അറിയുവാൻ എൻ്റെ മരണം പോലും കാരണമാകുന്നു. ഞാൻ പറഞ്ഞത് മനസ്സിലായോ? അതായത് യേശുവിൻ്റെ മരണത്തിലൂടെയാണ് ക്രിസ്ത്യാനിത്വം എന്നുള്ള ആ ഒരു എസ്റ്റാബ്ലിഷ്മെൻറ്റ് ശരിക്കും ഫുള്ളി ഫങ്ഷണലായിട്ട് തീരുവാൻ തക്കണം ഇടയായിരുന്നു. കയ്യഫാസ് വെറുതെ ഒരു വാക്കായിരുന്നു പറഞ്ഞത്, പക്ഷെങ്കിൽ അതിനൊരു വലിയ വേൾഡ് വ്യൂ ആയിരുന്നു യോഹന്നാന് പറയാൻ തക്കണം ഇടയായിത്തീർന്നത്. അന്നു മുതൽ അവർ അവനെ കൊല്ലുവാൻ ആലോചിച്ചു. ശരിക്കും പറഞ്ഞാൽ ഇവിടം തൊട്ട് നിങ്ങൾ ഡിഫറെൻ്റ് രീതിയിൽ വേണം യോഹന്നാൻ സുവിശേഷത്തെ വായിക്കുവാൻ വേണ്ടി. ഈ പ്ലോട്ട് നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കണം. ഈ കയ്യഫാവ് യേശുവിനെ കൊല്ലാൻ വേണ്ടി ചിന്തിച്ചു എന്നുള്ള കാര്യത്തിൽ വേണം നിങ്ങൾ ഇനിയും തൊട്ട് 12-ാം അധ്യായം മുതൽ ഇതിൻ്റെ അവസാന അധ്യായം വരെ നിങ്ങൾ വായിക്കാൻ വേണ്ടി. അത് അങ്ങനെ വേണം നിങ്ങൾ ചിന്തിക്കാൻ. 54 മുതൽ 57 ഒരു വാക്യം വായിച്ചു നിർത്തുവാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് യേശു യഹൂദന്മാരുടെ ഇടയിൽ നിന്ന് പിന്നെ പരസ്യമായി നടക്കാതെ അവിടം വിട്ട് മരുഭൂമിക്കരികയും എഫ്രൈം എന്ന പട്ടണത്തിലേക്ക് വാങ്ങി ശിഷ്യന്മാരുമായി അവിടെ പാർത്തു. വായിക്കാമോ? 55, 56, 57 വായിക്കാമോ? യെസ്. ശുദ്ധി വരുത്തുവാൻ പെസഹയ്ക്ക് മുന്നേ നാട്ടിൽ നിന്ന് യെരൂശലേമിലേക്ക് പോയി. അവർ യേശുവിനെ അന്വേഷിച്ച് ദൈവാലയത്തിൽ നിന്നുകൊണ്ട് എന്തു തോന്നുന്നു, അവൻ പെരുന്നാൾക്ക് വരികയില്ലയോ എന്ന് തമ്മിൽ പറഞ്ഞു. എന്നാൽ മഹാപുരോഹിതന്മാരും പരീശന്മാരും അവനെ പിടിക്കണം എന്ന് വെച്ച് അവൻ ഇരിക്കുന്ന ഇടം ആരെങ്കിലും അറിഞ്ഞാൽ അറുപത് തരണമെന്ന കൽപ്പന കൊടുത്തിരുന്നു. ഓക്കെ, യേശു എന്ത് ചെയ്തു? എഫ്രൈമിലേക്ക് പോയി. യെരൂശലേമിൽ നിന്ന് 13 മൈൽ എവേയാണ്, മൈൽ നോർത്തിലേക്കാണ് എന്ത് എഫ്രൈം എന്ന പട്ടണം. യെരൂശലേമിൽ നിന്ന് ഏകദേശം 3 മൈലായിരുന്നു ബെഥാനിയ. അപ്പോൾ ഇൻ ടോട്ടൽ ഏകദേശം 16 മൈൽ ദൂരത്തിലേക്ക് യേശു എന്ത് ചെയ്തു? വാങ്ങിപ്പോകാൻ തക്കണം ഇടയായിത്തീർന്നത്. സോ അവിടുന്ന് കാണുന്നു പെസഹയ്ക്ക് എല്ലാവരും യെരൂശലേമിലേക്ക് വരേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ ചില ആൾക്കാർ ചോദിച്ചു, വരുമോ വരാതിരിക്കുമോ? നമുക്ക് അടുത്ത സെഷനിൽ ചിന്തിക്കാം. ഓക്കെ, നമുക്ക് നമ്മുടെ കണ്ണുകൾ അടയ്ക്കാം. പ്രാർത്ഥനയ്ക്ക് വേണ്ടി സമയം അനുവദിക്കാൻ ആഗ്രഹിക്കുകയാണ്. 12-ാം അധ്യായത്തിൻ്റെ ആദ്യത്തെ വാക്യം, യേശു മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ച ലാസർ പാർത്ത ബെഥാനിയിലേക്ക് യേശു പെസഹയ്ക്ക് 6 ദിവസം മുമ്പേ വന്നു. പേടിച്ച് ആരണ്ട് ഓടിപ്പോകുന്ന ഒരു യേശു അല്ലായിരുന്നു. അവിടെ പോയി 16 മൈൽ അവേ ആൻഡ് ഹി കെയിം ബാക്ക് അഗെയിൻ. ഒരു യഹൂദൻ എന്ന വണ്ണം പെസഹയിൽ പങ്കെടുക്കുവാൻ വേണ്ടി കൂടെ യേശു തിരിച്ച് വരുന്നുണ്ട്. നമ്മൾ അവിടെ നിർത്തുകയാണ്. അടുത്ത ആഴ്ചയിൽ തുറന്ന് ചിന്തിക്കാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. നമുക്ക് പ്രാർത്ഥനയ്ക്ക് വേണ്ടി സമയം വർദ്ധിക്കാൻ ആഗ്രഹിക്കുകയാണ്. സോ ഇന്ന് നാം പഠിച്ച കാര്യം ഇതാണ്. യേശു വിശ്വസിക്കുമ്പം അത്ഭുത മന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ്, സമാധാന പ്രഭു എന്നതോടൊപ്പം തന്നെ അവൻ എൻ്റെ ദൈവം എന്നുള്ള കാര്യം കൂടി നാം നമ്മുടെ ഉള്ളത്തിൽ ആഴമായിട്ട് ഇറങ്ങണം. നമ്മൾ വേ മേക്കർ, മിറക്കിൾ വർക്കർ അതിനകത്ത് മാത്രം നിൽക്കാതെ യു ഹാവ് ടു ഗ്രോ ടു ദി നെക്സ്റ്റ് ലെവൽ ഓഫ് ഇൻറ്റിമസി വിത്ത് ഗോഡ്. അതല്ലെങ്കിൽ യേശുവിൻ്റെ ദൈവത്വം തിരിച്ചറിയാതെ നാം ബാക്കിയൊക്കെ പറഞ്ഞതുകൊണ്ട് ഒരർത്ഥവുമില്ല. സോ നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തിൽ കർത്താവേ, ഞങ്ങൾ അങ്ങേ അറിയുമ്പോൾ ഞങ്ങൾ പെരിഫറലായിട്ട് മാത്രമല്ല കർത്താവേ, ആഴമായി അങ്ങയുടെ ദൈവത്വം തിരിച്ചറിഞ്ഞുകൊണ്ട് കർത്താവേ, ഞങ്ങളെ തേടി
ഭൂമിയിലേക്ക് വന്നു, ഞങ്ങൾക്ക് വേണ്ടി രണ്ടാമതും മടങ്ങി വരുമെന്നുള്ള പ്രത്യാശ നിറയപ്പെട്ടവരായി മുന്നേറുവാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങളെ അങ്ങയുടെ തൃക്കരങ്ങളിലേക്ക് സമർപ്പിക്കുന്ന കർത്താവേ,